ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ആളാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ പറയുന്നോട് ഇങ്ങനെ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ടീച്ചിങ് എന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ടീച്ചിങ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ടു ടീച്ച് എ ടീച്ചർ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ടീച്ചിങ്. ഒരു ടീച്ചറിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൽ ഏറ്റവും. എല്ലാവരും ഇങ്ങനെ, ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പാണ്, ഇനി താനൊന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം, വി ആർ മൂവിങ് എൻസൈക്ലോപീഡിയ, സർവ്വവിജ്ഞാന കോശങ്ങളാണ് ഞങ്ങൾ. ഒരു പുണ്ണാക്കുമല്ല നമുക്കറിഞ്ഞൂടെ അല്ലേ, നമ്മളാരും ഒന്നുമല്ല. എനിക്ക് 2004 ഞാൻ SMV ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായി കമ്പ്യൂട്ടർ കാണുകയാണ്. എന്നൊക്കെ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെ ദൂരെ വെച്ചേക്കും, എന്തുകൊണ്ട് നോക്കടാ കമ്പ്യൂട്ടറാണ്, മനസ്സിലായില്ല. അപ്പോൾ നമ്മളിന്ന് ഭയഭക്തി ബഹുമാനത്തോട് കമ്പ്യൂട്ടർ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അങ്ങനെ ഞാനിങ്ങനെ SMV സ്കൂളിൽ ഫസ്റ്റ് ചെന്ന ഉടനെ അവിടുത്തെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കയറി ഇരുന്നിട്ട് ഇതൊക്കെ എടുത്ത് ഓണാക്കി എവിടെയോ ഞെക്കിയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ എന്നോട് ചോദിച്ചു, ഡു യു റിയലി വാണ്ട് ടു ഡിലീറ്റ് വിൻഡോസ്? എന്തു യെസ് പറഞ്ഞ് ശീലമുള്ള ഞാൻ യെസ്. ഞാൻ തട്ടിയൊക്കെ നോക്കി, മോനെ അടിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ കാണാം പിന്നെ വിനോദ് സാറും സുനിൽ സാറും കമ്പ്യൂട്ടർ അധ്യാപകരാണ്. അവർ ഓടിക്കൊണ്ടുവന്ന് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇത് വർക്കാവുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു, സാർ എന്ത് ചെയ്തു ഇതിനകത്ത്? ഞാൻ പറഞ്ഞു, അതിങ്ങനെ എന്നോട് ചോദിച്ചു, ഡു യു റിയലി വാണ്ട് ടു ഡിലീറ്റ് വിൻഡോസ് എന്ന്. ഞാൻ യെസ് കൊടുത്തു. അതിനുശേഷം എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചത് ഞാൻ ആ വർഷം 2005 ആ സ്കൂളിൽ വന്നു ചേർന്ന അച്ചുജൻ എന്ന് പറയുന്ന അച്ചു ആയിരുന്നു, അച്ചു GR. അവൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 3 കമ്പനി നടത്തുന്നുണ്ട്, IT കമ്പനി. അപ്പോൾ എനിക്കതിൽ എന്തെങ്കിലും അപമാനമുണ്ട്, അവനാണ് എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട്? ഒന്നുമില്ല. മലയാളികളിൽ എല്ലാവരും വാക്യപദീയം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആരെഴുതിയാണെന്നറിയാമോ? വാക്യപദീയം ഭർതൃഹരി എഴുതിയതാണ്. വാക്യപദീയം അതിനകത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് അറിവ് പകർന്നു തരുന്നത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും സന്തോഷത്തോടുകൂടി ഇനി സ്വീകരിച്ചോളുക. അറിവ് പകർന്നു തരുന്നത് കൊച്ചുകുട്ടിയാണെങ്കിലും സന്തോഷത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അതങ്ങ് സ്വീകരിക്കണം. കാരണം അറിവ് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ വളരെ ചിരിച്ച് സന്തോഷത്തോടുകൂടി കല്യാണം കഴിച്ചവരൊക്കെ ഇല്ലേ ഇതിനകത്ത്? രക്ഷപ്പെട്ട് ആര് കെട്ടിയോൻ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആഹ്ലാദിപ്പിൻ അർമാദിപ്പിൻ, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ വെള്ളം അടിച്ച് കോമ്പാഞ്ഞൊന്ന് വാളൊക്കെ വെച്ച് അടിച്ച് പൊളിക്കും. അവളില്ലല്ലോ ഞാൻ പൊളിക്കും, മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിച്ച് അർമാദിച്ച് നല്ല ഭംഗിയായിട്ട് കൈയടിച്ച് കൂടെ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലപോലെ കൈയടിച്ചാണ് കേൾക്കാൻ, നല്ല രസകരമായിട്ട്, നല്ല ഉഷാറായിട്ട് കൈയടിക്കണം മാഡം, കൈയടിക്കണം, നല്ല ഭംഗിയായിട്ട് അടിക്കണം. പാടാണ് സാറേ, ഇങ്ങനെ കൈയൊക്കെ എടുക്കണം, ഇങ്ങനെ അടിക്കണം, അയ്യോ മനസ്സിലായില്ലേ? കൈയടിക്കണം, നല്ല ഭംഗിയായിട്ട് കൈയടിച്ച് നമ്മൾ കൂടെ ചേരണം. തിന്താരേ തിന്താരേ തക തിന്തയത്തറ. അപ്പൊ നിങ്ങൾ മോശക്കാരല്ല. അപ്പൊ നിങ്ങൾ എന്നോട് പറയണ നമ്മ മോശക്കാരനല്ല, മനസ്സിലായില്ലേ? നമ്മൾ മോശക്കാരല്ല. തിന്താരേ തിന്താരേ തക തിന്തയത്തറ. പോയത് കണ്ട ആ തെങ്ങിന്ന് കരിക്കൂട്ടടുത്ത് കുടിച്ചിട്ട് അത് അതിന്റെ വാട്ടിനിറങ്ങി പോയി. അങ്ങനെ വരട്ടെ, ഓട്ട്. തിന്താരേ തിന്താരേ തക തിന്തയത്തറ. ഏറൻ്റപ്പ ഏറപ്പ ഏറേറൻ്റപ്പ ഏറൻ്റപ്പ ഏറൻ്റപ്പ ഏറപ്പ ഏറേറൻ്റപ്പ. നാടൻപാട്ട് ഒറ്റയ്ക്ക് പാടുന്നതല്ല. നാടൻപാട്ടെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ പാട്ടാണ്, ജനതതിയുടെ പാട്ടാണ്. ഫോക്ക് ലോർ അബൌട്ട് ദ ഫോക്ക്, അതാണ് ഫോക്ക് ലോർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ കണക്ക് നാടൻപാട്ട് പാടാൻ രാവണനെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം മെയിൻ പാട്ട് പാടും, ബാക്കിയുള്ള തല കോറസ് പാടും. മൈക്ക് പിടിച്ചു കൊടുത്താൽ മതി, അതവർ പാടിക്കോളും. പക്ഷേ നമുക്ക് അങ്ങനെ പറ്റൂല. ഞാൻ മാത്രമാണല്ലോ പാടുന്നത്. ആരാ പാടുന്നത്? നമ്മളാണ് പാടുന്നത്, മനസ്സിലായില്ലേ? നമ്മളെത്രയാണ്? നമ്മളൊന്നാണ്. വെരി ഗുഡ്. ആര് പറഞ്ഞത്? അത് തന്നെ. ഒരു കയ്യടി കൊടുക്കുക കുഞ്ഞിന്. കേട്ടാ, തന്ന കയ്യടി കണ്ട, മലയാളി കണ്ടുപിടിച്ച കയ്യടിയാണ്. അങ്ങനെ സൂഹിക്കേണ്ട, നീ അങ്ങനെ രക്ഷപ്പെടണ്ട, എൻ്റെ കയ്യടി കൊണ്ട് നേടണ്ട എന്നാണ്. ഇതാണ് മലയാളി കണ്ടുപിടിച്ച കയ്യടി. അല്ലെങ്കിൽ അവർ വേറൊരു കയ്യടി,
ആ കൈയടിയും അടിക്കും. അങ്ങനെയുള്ള കൈയടി ദയവായി അടിക്കരുത്. നല്ല ഭംഗിയായിട്ട് ഈ കൈ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടത്തിൽ അടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ അടി താളാത്മകമായിട്ട് അടിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ പാവയ്ക്ക് കീഴ്ത്തന്നെ അടിക്കരുത്. താളാത്മകമായിട്ട് അടിക്കണം. അപ്പൊ നമുക്ക് വായ്ത്താളവും കൈത്താളവും ഇട്ടൊന്ന് പാടിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അറിയൂ? റെഡി? യോ സാറൊന്നും വിളിക്കല്ലേ. എന്നെ പിള്ളേർ തന്നെ ഗോപ എന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ. ഞാൻ അവരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാറുള്ളൂ. അല്ല, ഞാൻ സാറെന്ന് വിളിപ്പിക്കാറില്ല. എൻ്റെ മക്കൾ തന്നെ എടാ പോടാന്നാണ് വിളിക്കുന്നത് രണ്ടുപേരും. അങ്ങനെ ഞാൻ വിളിപ്പിക്കാറുള്ളൂ. സാറെന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ ബോധ്യത്തിൻ്റെതല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതൊരു ജനാധിപത്യ ബോധ്യത്തിൻ്റെതല്ല. സാറെന്ന് വിളിക്കരുത്. ഗോപ എന്നോ ഗോപനെന്നോ നിങ്ങൾ വിളിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് മാറുമ്പോൾ ഞങ്ങൾ വായി തോന്നിയൊക്കെ വിളിക്കും. വച്ചിട്ടുണ്ടാ എന്നാണ്. ഓക്കെ, അങ്ങനെ വിളിച്ച ഗോപ എന്ന് വിളിച്ച് സാറെന്നൊന്നും വിളിച്ചോളരുത് ആരും. ഓക്കെ, യെസ്, റെഡി? 1 2 3 സ്റ്റാർട്ട്. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. സാറേ കൈയടിക്കണം സാറേ. അല്ല, ഈ താളത്തിനടിക്കണം. ഈ തിന്താരേ തിന്താരേ തക തിന്ത. ഉറക്കം വരണ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ? അതിന്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. പറയും 2 കൈ ഉണ്ടായിരുന്നു അടിച്ചു. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അയ്യോ എന്തര് താത്ത ചിരിച്ചിരിച്ച് മരിക്കാണ്. അപ്പോൾ നിങ്ങൾ രസകരമായിട്ട് നല്ല താളാത്മകമായിട്ട് കൈയടിച്ചു പോകുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ. ഇല്ല, സാധനം വന്നില്ല. ഏത്? അതിന് ആര് വന്ന് പാടും? വീട്ടിൽ നാളെ കൊണ്ടുവരുമോ? ബാക്കിൽ നിന്ന് വരുന്നവർ ഇപ്പൊ പാടിക്കോളും കേട്ടോ. ഇല്ല, അങ്ങനെ ബാക്കിൽ നിന്ന് ആരും പാടില്ല. നമ്മൾ പാടേണ്ടത് നമ്മൾ തന്നെ പാടണം. മനസ്സിലായില്ലേ? ഏറണ്ടപ്പ ഏറപ്പ ഏറേറണ്ടപ്പ. ഇലയുടെ ഇലയിരുന്നാ പാവപ്പെട്ടവൾ വിചാരിക്കണം ഫ്രണ്ട് വന്ന് ഇരിക്കുകയും ചെയ്ത് പെട്ടുപോയി. ഈ വേട്ടാവളിയെ എന്നെ തന്നെ ശ്രദ്ധിക്കണം. ഇതിന് ഇവിടെ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ബാക്കിൽ പോയിരിക്കും. അങ്ങനെ പോകരുത്, അങ്ങനെ പോകരുത്, അങ്ങനെ പോകരുത്, അങ്ങനെ പോകരുത്. യെസ്, എവിടെ സമയം കിട്ടി കഴിഞ്ഞാലും ഫ്രണ്ട്. ഞാനാണ്ട് ഇതുപോലെ റോയിലാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്ന് ആരാണോ മുമ്പ് ഇരിക്കുന്നത് അവനെ ഇങ്ങനെ വരട്ടും. എൻ്റെ പെണ്ണുമ്പിള്ള പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ നിങ്ങൾ വെള്ളിമൂങ്ങയാണെന്നാണ്. കാരണം എവിടെ ചെന്നാലും ഇതുപോലെ ഫ്രണ്ട്. എവിടെ കല്യാണ പന്തലിൽ പോയാലും അങ്ങനെയാണ്, സദ്യ ഉണ്ണാൻ പോയാലും ആദ്യം എനിക്ക് വിളമ്പണം. അത് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. മനസ്സിലായില്ലേ? എന്താണെന്ന് തോന്നിയാൽ പണ്ടേ എങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പൊക്കളയിൽ കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? പോവോ? ഇല്ല, എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് പറയുന്നത്. സന്തോഷം. ഞാൻ ഇങ്ങനെ വിളിച്ചാൽ മതി. ഞങ്ങൾ ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. വിളിച്ചാൽ കൂടെ വരുന്ന ടീമുകളാണ്. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരാദ്യം ബഹളം ഉണ്ടാക്കും, പിന്നെ വരും. അതാണ് ആദ്യം ഭയങ്കരമായിട്ട് പോകുന്നത്. ആരെന്ന് വിചാരിച്ചടാ, എന്തെന്ന് വിചാരിച്ചടാ, വീട്ടിൽ ചോദിക്കാൻ പറയാൻ എപ്പോൾ പോവാം. ആദ്യം ബഹളം ഉണ്ടാകും. ഞാൻ ആണുങ്ങൾ നമ്മൾ അങ്ങനെ അല്ലല്ലേ. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറെടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. തലമുടിയും വേറെടുത്ത് അലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിഴലായി ഒഴുകി വരും. എന്നിട്ട് വഴിയെ പോകുന്ന നേരവും നിലയും വിട്ട വഴി പോം ചെറുവാല്യക്കാരെ, കൊച്ചു പയ്യന്മാർ എന്നെ പോലുള്ളവര്, ഇവളാകർഷിച്ചതി ചതുരം വിളിക്കും. എന്തെന്നാ വിളിക്കുന്നത്? ചുണ്ണാമ്പുട്ടോ ചേട്ടാ എന്ന് ചോദിക്കും. ഇന്നത്തെ പിള്ളേരെടുത്ത് പറയാൻ പറ്റൂല. അവന്മാർ പറയും കഞ്ചാവ് കൊണ്ട് വേണോ എന്ന് ചോദിക്കും. ഇന്നലെ ചുണ്ണാമ്പില്ല, കഞ്ചാവ് തരാൻ വേണോ എന്ന് ചോദിച്ച് അവർ കഞ്ചാവും കൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നേരവും നിലയും വിട്ട വഴി പോം ചെറുവാല്യക്കാരെ ഇവളാകർ. എന്നെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടെ പോകും. ഇങ്ങനെ വലിയ 2 സൈഡുകൾ ഇവളാകർഷിച്ചതി ചതുരം 7 നിലമാളികയായി തോന്നും കരിമ്പന മുകളിലവരെ കേറ്റിക്കുരലിൽ വയ്ക്കും. തഴുകിയുറങ്ങിടുമ തരുണരുടെ ഉപ്പേറും
കുരുതീവൾ നൊട്ടി നുണച്ചിറക്കും പറയന്റെ കുന്നിന്റെ അങ്ങേ ചരുവിയിലെ പാറകളിൽ പോയി ചിന്നും മുടിയുമെല്ലും. പൂതപ്പാട്ട് മനസ്സിലായില്ലേ? പൂതപ്പാട്ടൊക്കെ ഇതുപോലെ പാടി കൊടുക്കണം പിള്ളേർക്ക്, മനസ്സിലായില്ലേ? വലിച്ചത് തന്നെ ആര്? പിള്ളേര് അല്ലേ? അങ്ങനെയല്ലേ ആ ഭാവം? ഇതുപോലെ പാടിക്കണം. അയ്യോ പറ്റുമെന്ന്. ഞാൻ ഇത്രയും മനോഹരമായിട്ട് പാടുന്നില്ലേ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ ഞാൻ ലേണിംഗ് ഡിസ്ലെക്സിയ ഉള്ള ആളായിരുന്നു പറയൂ? ഇല്ല. എനിക്ക് LD ഉണ്ടായിരുന്ന ആളാണ്. SLCക്ക് 210 മാർക്ക്, SLCക്ക് 210 മാർക്ക്. LD ഉണ്ടായിരുന്നു. മണിയനെന്ന് എഴുതാൻ പറഞ്ഞാൽ ഉണിയനെന്ന് എഴുതും, ഓണമെന്ന് എഴുതാൻ പറഞ്ഞാൽ വാണമെന്ന് എഴുതും. അതായിരുന്നു എൻ്റെ പരിപാടി. എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടും. അങ്ങനെ ഇരുന്ന ആളെ ഞാൻ പ്രിൻസിപ്പലായില്ലേ. ഇപ്പം എന്ത് ചെയ്താൽ മതി? ശ്രമിച്ചാൽ മതി. 210 മാർക്ക് വാങ്ങിച്ചാൽ എൻ്റെ പൊന്നട പോയി അങ്ങനെയൊന്നും ആവരുത്, പറഞ്ഞില്ല എന്ന് വേണ്ട. അതൊക്കെ എന്തെല്ലാം അപമാനങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന് അറിയാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞൂടാ, അവർ കൂലിപ്പണിക്കാരൻ, അവരൊക്കെ അറിഞ്ഞൂടാ. അവർ നോക്കുമ്പോഴത്തേക്ക് ഇവൻ ABCD എഴുതാൻ പറഞ്ഞാൽ തിരിച്ചൊക്കെ എഴുതി വയ്ക്കും. C അത് D അതെന്ന് വായിക്കാൻ പറ്റത്തില്ല, ഒന്നും അറിഞ്ഞൂടാ, അവരൊക്കെ അറിഞ്ഞൂടാ. അങ്ങനെ വേണ്ടേ? അതല്ലേ നല്ലത്. അത് എന്നെ കൗമാര പ്രായത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കഴിവാണ്. ഫുൾ ക്രെഡിറ്റ് അവർക്കാണ്. പ്രീ ഡിഗ്രിക്ക് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് എന്നെ ചേർത്ത് നിർത്തിയതും സ്നേഹിച്ചതും എന്നെ എഴുതിപ്പിച്ചതും പാടിപ്പിച്ചതും വരയിപ്പിച്ചതും എല്ലാം. അതുകൊണ്ട് എനിക്ക് അവരോട്, എന്നെ ആര് പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരെ പേരെ എനിക്ക് ഓർമ്മയുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അവിടെ വരെ ഉള്ളൂ. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു, ഡിഗ്രിക്ക് 3rd റാങ്ക് ആയിരുന്നു, MAക്ക് 2nd റാങ്ക് ആയിരുന്നു, MEd എടുത്തു, BEd എടുത്തു. അതിനുശേഷം PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് സംസ്ഥാന തലത്തിൽ 7ാം റാങ്ക്, തിരുവനന്തപുരം ജില്ലയിൽ 1ാം റാങ്കും ആയിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതൊക്കെ പാടാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. എനിക്കിതൊന്നും അറിഞ്ഞുകൂടെ. എനിക്കൊരു കവിത പഠിക്കാൻ തന്നെ എനിക്ക് ഒത്തിരി സമയം എടുക്കേണ്ടി വരും. ഞാൻ ഈ പാടുന്ന പാട്ടുകളെല്ലാം ഞാൻ ഒരുപാട് ടൈം എടുത്ത് പഠിച്ചതാണ്, മനസ്സിലായില്ലേ? എൻ്റെ ട്രൂപ്പിലുള്ള മറ്റംഗങ്ങളൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് പഠിച്ച് പാടുമ്പോൾ ഞാൻ 2.5-3 മണിക്കൂറൊക്കെ എടുത്ത് പതുക്കെ ഇതിൻ്റെ വരിയൊക്കെ എഴുതി കുത്തിയിരുന്ന് പഠിക്കും. പക്ഷെ ഒരിക്കൽ പഠിച്ചാൽ പിന്നെ നമ്മളെ തലേന്ന് അത് എന്ത് ചെയ്യില്ല, പോകില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ ആയിരിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും ചേർന്നൊന്ന് പാട്, മനസ്സിലായില്ലേ? 2 മണിക്കൂറേ എടുക്കുള്ളൂ കേട്ടോ. ഞാൻ ബോറടിപ്പിക്കുകയൊന്നുമില്ല, മനസ്സിലായില്ലേ? 2 മണിക്കൂർ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കുക. അതാണ്. സ്വരം നന്നായിരിക്കുമ്പോൾ നമ്മൾ എന്ത് നിർത്തണം? പാട്ട് നിർത്തണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൈയടിച്ച് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ കൈയടിച്ച് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഭയങ്കര ഈ കൗമാരപ്രായക്കാരായ പിള്ളേരെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് കൗമാരപ്രായക്കാരാണ്. നിങ്ങൾ ഏത് തലത്തിലും ലെവലിലുള്ള പിള്ളേരെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കൗമാരപ്രായക്കാരായ പിള്ളേരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് വാടാ മോനെ എന്ന് പറഞ്ഞാൽ അവന്മാർ കൊന്നുകൊണ്ട് വരും. അതാണ്. നീ പോയില്ല അവനെ പിടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ കൊന്നിട്ടിട്ട് പറയും സാറേ കൊന്നിട്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അവന്മാരുടെ നമ്മൾ പിടിച്ചിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം കരിയർ തുടങ്ങിയത് SMV സ്കൂളിലാണ്. SMV സ്കൂളിലാണ് ഞാൻ തുടങ്ങിയത്. ഇവന്മാരെ എല്ലാം ഞാൻ പോയി സിനിമാ തിയേറ്ററിനകത്ത് പക്ഷേ അവന്മാരുടെ ഒരു സ്നേഹം, ഈ ആമ്പിള്ളേരുടെ ഒരു സ്നേഹമേ ഭയങ്കര സ്നേഹമാണ്. ആമ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമ്പിള്ളേരെ ചേർത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ഒരു 5-6 എണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവന്മാരെല്ലാവരും ഇത് തന്നെ, മാഷേ വാ ചായ കുടിക്കാം മാഷേ വരൂ. ഞാൻ പറഞ്ഞു വേണ്ട മോനെ ഞാൻ കുടിച്ചു. അതല്ലേ എനിക്ക് വേണം സാർ വാങ്ങിച്ച എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി ഇതുപോലെ വാങ്ങിപ്പിച്ച് തന്നിട്ടേ അവന്മാർ പോകത്തുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരുത്തം വന്ന് നമ്മളെ കൈ പിടിച്ചാലേ പെങ്ങളെ, അങ്ങനെ ഒരുത്തം വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളെന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത് സക്സസ്ഫുൾ. ഒരുത്തം പറഞ്ഞാൽ മതി, ഒരുപാട് പേരൊന്നും പറയണ്ട. ഒരുത്തം പറഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന 50 പേരെ ഞാൻ ഇപ്പം നന്നാക്കും, ഒരു രക്ഷയില്ല. 35 പേര് നന്നാവും. 15 പേരെ ജീവിതം പഠിപ്പിക്കും. 15 പേരെ ജീവിതം പഠിപ്പിക്കും. അവൻ പാറ്റി തിരിഞ്ഞ് അവസാനം നമ്മളടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും. അതല്ലേ കഴിഞ്ഞ 2021 കൊറോണ സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബാച്ചിൽ ഒരു പെങ്കൊച്ച് ഇതുപോലെ ഒരുത്തിനുമായിട്ട് ചാടിപ്പൊക്കളഞ്ഞു. അവനായിട്ട് പോയി. ഞാൻ പറഞ്ഞു മോളെ, പണ്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പിന്നെ നന്ദഗൗരി യശോദ ആറ്റിലേക്ക് അച്യുത ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താന്ന്, അത് വള്ളത്തോൾ മോനായ അച്യുതക്കുറുപ്പിനോട് പറഞ്ഞതാണ്. അച്യുതക്കുറുപ്പ് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റിലേക്ക് പോയപ്പോഴത്തേക്ക് പറഞ്ഞതാണ്, ആറ്റിലേക്ക് അച്യുത ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം കാളകൂടോൽക്കട കാഗോളമാകിന. കാളിയൻ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കാളിയന് തുല്യമാണെന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത് അതിനകത്ത്. അതാണ് ആ കവിതയുടെ രസകരമായ സാഹിത്യമഞ്ജരിയിലുള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ എവിടെയെങ്കിലുമൊക്കെ? എന്തോ അന്ന് പോയില്ല. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇവള് ചാടിപ്പൊക്കളഞ്ഞു. ഈ ചാടിപ്പോയ ഇവള്
ഈ കഴിഞ്ഞ വർഷം ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ട് എൻ്റെ മുമ്പിൽ, അപ്പം ഞാൻ പറഞ്ഞു മക്കളെ പോകരുത്, പെൺകുട്ടികളുടെ നമ്മൾ എൻ്റെ 2 പിള്ളേരെ ഞാൻ വിളിച്ചിരുത്തി അവളെ വരെ എൻ്റെ ചെവിയിൽ ബ്ലഡ് വരണ വരെ സംസാരിക്കും. അല്ലേ, ഈ 2 സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഓടിക്കും. പിന്നെ അല്ല, നമ്മളല്ലേ കേട്ടോ, നമ്മളെ മക്കളല്ലേ, നമ്മളവരെ കേട്ടില്ലെങ്കിൽ അവർ കണ്ടക്ടർ പറയുന്നത് കേൾക്കാൻ പോകും. മനസ്സിലായില്ലേ? അതാണ് കുഴപ്പം. മനസ്സിലായി? നമ്മളവരെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണം. ഇപ്പം കൊച്ചുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയുമ്പോൾ അവരെ പറയാൻ അവർ പോകും, ഉറപ്പാണ്. അങ്ങനെയാണ് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം. അതാണ്. സ്നേഹം കിട്ടുന്നിടത്തോട്ട് അവർ ചായ അല്ലേ? വയ്യ, ചായാനൊന്നും വയ്യ. മുറിക്കാറായി സാറേ, ഇനി അധികം ചരിച്ചില്ലൊന്നുമില്ല. ഇനി ഒള്ളി മറിച്ചിലും തെക്കോട്ടെടുക്കലും. മനസ്സിലാവും? ഓയ് 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 അതേ ഉള്ളല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാലും കോളേജ് പഠിക്കുമ്പോഴത്തേക്കൊക്കെ പ്രണയിച്ചിട്ടൊന്നുമില്ലേ? സത്യം പറയണം. കണ്ട? യെസ്. അപ്പം സംഗതി ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഒന്നാമത് റെക്കോർഡിങ് വീഡിയോ കൂടെ എങ്ങാനും അങ്ങേര് കണ്ടു കഴിഞ്ഞാൽ ആരടി വയസ്സാം കാലത്ത് ആരായിരുന്നടി അവൻ പറയടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലേ നിങ്ങൾ പറയാത്തത്? ശരി, ചോദിക്കുന്നില്ല. അങ്ങനെ ഈ കൊച്ചു, അപ്പം ഞാൻ പറഞ്ഞു മക്കളെ, ഈ പെൺകുട്ടികളാണ്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, പെൺകുട്ടികളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി വെക്കണം, എങ്ങാനും ഇവനെയൊക്കെ മടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോരാനൊരിടം വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ പെണ്ണ് കേൾക്കാതെ ചാടിപ്പോയി. കഴിഞ്ഞ വർഷം കൈക്കുഞ്ഞുമായിട്ട് വന്നിരുന്നു പറഞ്ഞു മാഷയെ പറ്റിപ്പോയി, എനിക്ക് പരീക്ഷ എഴുതണം. അങ്ങനെ 1750 രൂപ 2 വർഷത്തെ ഫീസും കൂടെ ഒരുമിച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അടച്ച് പരീക്ഷ എഴുതിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മളെ പിള്ളേരെ മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. അവരടുത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്തെടുത്തത്. ഞാൻ ഇങ്ങനെ പ്രിൻസിപ്പലാണെന്ന് പറഞ്ഞുകൊണ്ട് മസിലൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. പിള്ളേരുമായിട്ടൊക്കെ തോളി കൈയിട്ടുന്ന അവരുമായിട്ട് റീലൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ചുമ്മാ എടുത്ത് നോക്കിയാൽ അത് 10 മില്യൺ വ്യൂസ് 10 മില്യൺ വ്യൂസൊക്കെ ഉള്ള വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഗോപകുമാർ പാർത്ഥസാരഥി എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇന്ന് തന്നെ റിക്വസ്റ്റ് അയക്കണം കേട്ടോ. ചുമ്മാ നിങ്ങൾ അയച്ചില്ലെങ്കിലും വേണ്ട, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കയ്യൊക്കെ എടുക്കൂ. എന്തിനാണ്? ടൈറ്റാനിക് നിങ്ങളെ കപ്പലായിരുന്ന? ഞാൻ ദുഃഖിച്ചിരിക്കുകയാണ്. അയ്യോ, ടൈറ്റാനിക് എൻ്റെ കപ്പലായിരുന്നു. ജാക്കർ റോസും എൻ്റെ അമ്മായിയച്ഛനായിരുന്നു, മരിച്ചു പോയത്. എന്തിനാവശ്യമില്ലാതിരിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കും, ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വെള്ളം വേണോ? അതിൽ നിന്ന് വേണോ? വേണ്ട. ശരി. മടുത്താ? യോ, എനിക്കിതൊന്നും കാണണ്ടേ, ഞാനിതൊന്നും കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് മടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ട് പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ഞാനിങ്ങനെയാണ് പറഞ്ഞു കാട് കയറി പോകും. ഓക്കെ, പാട്ട് പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് വാങ്ങാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വന്ന് റെഡി 1 2 ഉഷാറായിട്ട് ചാരി ഇരിക്കല്ലേ. പിള്ളേരെ ഇരിക്കുന്നതാണ് നമ്മളും ഇരിക്കുന്നത്. പിള്ളേരെങ്ങനെയല്ലേ ഇരിക്കുന്നത്? എങ്ങനെയാണ് പിള്ളേർ കസേര ഇരിക്കുന്നത്? അല്ലേ? നിങ്ങളെ വീട്ടിലെ മക്കൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? അതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കരുത്, ചാരി ഇരിക്കരുത്. അല്ലേ? നല്ല നിവർന്ന് നട്ടലൊക്കെ നിവർന്ന് നിങ്ങളുടെ മുമ്പിൽ പിള്ളേർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല. നിങ്ങൾ വഴക്ക് പറയില്ലേ പിള്ളേരെ? ഇല്ലേ? പറയും. അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല കൂളായിട്ട് ഇരിക്കണം. ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾ കൂളായിട്ടിരിക്കൂ, മസിലൊക്കെ വിട്ടിരിക്കൂ. മനുഷ്യരാണ്. ഇങ്ങനെ പിടിച്ചവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ കാറ്റ് പോയി. അതിന് പോലും മനോഹരമായ മലയാള പദം വേറെ ഇല്ല. ചത്തുപോയി എന്ന് പറയുന്നതിനേക്കാളും മനോഹരമാണ് കാറ്റ് പോയി. ഇങ്ങോട്ടെടുത്ത കാറ്റ് പോയി, പിന്നെ അങ്ങോട്ട് എടുപ്പില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് രസകരമാകിന കഥകൾ ചൊല്ലണം. അതിനാണല്ലോ മാനുഷ്യജന്മം. കറ്റ കയറിട്ട് കയറാലഞ്ച് മടക്കിട്ട് നെറ്റിപ്പട്ടം പൊട്ടിട്ട്. ആര് പാടിയത്? തിന്താരേ തിന്താരേ തിന്തയത്താരാ. പോരാ, നിങ്ങൾ പോരാ. ഉഷാറല്ല. ഇങ്ങനെ കേൾക്കണം. നല്ല ഭംഗിയായിട്ട്. വയ്യാന്ന് പറഞ്ഞിരിക്കരുത്. പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? പിള്ളേരെ പഠിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ മുമ്പിലിരിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബ്രന്റ് ഉള്ളവരാണ്. അവന്മാരുടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാവൂ. അല്ലാതെ എടാ തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ നിന്ന് ഇറക്കണം. ഇതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? യെസ്. അപ്പൊ റെഡി? ആർ യു റെഡി? അയ്യേ, പോരാ. ആർ യു റെഡി? അത്
റെഡി 1 2 3 സ്റ്റാർട്ട്. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയനണുങ്ങനും കുട്ടരും മച്ചുണന്മാരും അങ്ങത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയനണുങ്ങനും കുട്ടരും മച്ചുണന്മാരും അങ്ങത്തുകൂടി. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ. ചിത്തിര ചിര ചെറിയ കുരിയ പിന്നിത്തരം പെണ്ണുങ്ങളൊത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, ചിത്തിര ചിര ചെറിയ കുരിയ പിന്നിത്തരം പെണ്ണുങ്ങളൊത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. തിന്താരേ തിന്താരേ തക തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ. രാമങ്കരി കുന്നങ്കരി ചന്നങ്കരി ചത്തങ്കരി വെട്ടിത്തൂരുത്തൊന്ന് കോഴിമുക്ക്, കണ്ടപ്രകൈതപ്ര ആനപ്രവേഴപ്ര പട്ടാഴി കോട്ടയം പാണ്ടനാട്. രാമങ്കരി കുന്നങ്കരി ചന്നങ്കരി ചത്തങ്കരി വെട്ടിത്തൂരുത്തൊന്ന് കോഴിമുക്ക്, കണ്ടപ്രകൈതപ്ര ആനപ്രവേഴപ്ര പട്ടാഴി കോട്ടയം പാണ്ടനാട്. തിന്താരേ തിന്താരേ തക കുറച്ച് പാടും പാട് പാട്. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ. കാലുതട്ടി കഴുക്കോലു തട്ടി എന്റെ കാലക്കിടന്ന ചെലമ്പ് പൊട്ടി, കല്ലുമാല പൊട്ടി, എരത്താലി പൊട്ടി, എന്റെ ഓല പൊട്ടി ഓലത്തോട പൊട്ടി. കാലുതട്ടി കഴുക്കോലു തട്ടി എന്റെ കാലക്കിടന്ന ചെലമ്പ് പൊട്ടി, കല്ലുമാല പൊട്ടി, എരത്താലി പൊട്ടി, എന്റെ ഓല പൊട്ടി ഓലത്തോട പൊട്ടി. തിന്താരേ തിന്താരേ തക തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ. എന്തടി കന്യ ഒരു മുല്ലപ്പൂ വാസന കൊല്ലത്തൂന്നാരാനും വന്നതോട്ടി, എന്തടി കന്യ ഒരു മുല്ലപ്പൂ വാസന കൊല്ലത്തൂന്നാരാനും വന്നതോട്ടി. എന്നാണേ പൊന്നാണേ കൊയ്ത്തരി വാളാണ്, എന്നെ കൊണ്ടില്ലം പഴിക്കരുതേ. എന്നാണേ പൊന്നാണേ കൊയ്ത്തരി വാളാണ്, എന്നെ കൊണ്ടില്ലം പഴിക്കരുതേ. എന്നടി കന്യ ഒരു മുല്ലപ്പൂ വാസന കൊല്ലത്തൂന്നാരാനും വന്നതോടി, എന്നാണ് നിന്നെ കൊയ്ത്തരി വാളാണ്, എന്നെ കൊണ്ടില്ലം പഴിക്കരുതേ. എന്നടി കന്യ ഒരു മുല്ലപ്പൂ വാസന കൊല്ലത്തൂന്നാരാനും വന്നതോടി, എന്നാണ് നിന്നെ കൊയ്ത്തരി വാളാണ്, എന്നെ കൊണ്ടില്ലം പഠിക്കരുതേ. തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ, തിന്താരേ തിന്താരേ തക തിന്തയത്താരാ. ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പ, ഏറണ്ടപ്പ എറപ്പ എറണ്ടപ്പോ. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിന് പോകുന്ന കർഷകരെ കുറിച്ചുള്ള പാട്ടാണ്. ഞാൻ കുട്ടനാട്ടിൽ വിയപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടം കുട്ടം അർത്ഥം കുട്ടം, കുട്ടം ഉള്ള നാട് കുട്ടനാട്. കുട്ടം എന്ന് വെച്ചാൽ ജലം, വെള്ളം എന്നാണ് അർത്ഥം. വെള്ളം ഉള്ള നാട് കുട്ടനാട്. ലോകത്തിൽ സമുദ്രനിരപ്പിനും താഴെ കിടക്കുന്ന രണ്ട് പ്രദേശങ്ങളിൽ ഒന്ന്. മറ്റത് നെതർലാൻഡ്സ് അഥവാ ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് പണ്ട് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. മനസ്സിലായേ? കുട്ടൻ്റെ നാട് കുട്ടനാട് എന്നും പറയാറുണ്ട്. ഏത് കുട്ടൻ? കരിമാടിക്കുട്ടൻ. കുട്ടാ കുട്ടാ കരയല്ലേ കുട്ടാ, കരയല്ലേ വിരിയല്ലേ കുട്ടാ, കുട്ടൻ്റെ ലപ്പം വരുമ്പോ ചക്കര കൊണ്ടുവരും. പിള്ളേരെ നിങ്ങൾ ഇനി അമ്മമ്മയാ? കുഞ്ഞുങ്ങളാരും കെട്ടിയില്ല? മോനും മോളും ഒന്നും കെട്ടിയിട്ടില്ല? ഒന്നുമില്ല. അമ്മമാരാരെങ്കിലും ഇരിപ്പുണ്ട? ഉണ്ടെങ്കിൽ തന്നെ പറയില്ല, ഞാൻ അമ്മമ്മയെന്ന് ആരും പറയട്ട. അമ്മമ്മമാരായിരിക്കുന്നവരും അമ്മമാരാകാൻ പോകുന്നവരും അമ്മമാരായിരിക്കുന്നവർക്കും പാടിക്കൊടുക്കാൻ പറ്റിയ പാട്ടാണ്. എന്ത് പാട്ടാണ് അമ്മ കുഞ്ഞുനാളിൽ പാടി തന്നത്? ഓക്കെ, കേട്ടാ?
അവർ പറഞ്ഞ കേട്ടാ എന്ത് പാട്ടാണ് അവരൊക്കെ അമ്മ കുഞ്ഞുനാളിൽ പാടി കൊടുത്തതെന്ന് കേട്ടാ കുഞ്ഞാട്ട ഊ അണ്ടവാ ഊ അണ്ടവാ കുഞ്ഞുനാളിൽ അമ്മ പാടി കൊടുത്തതാണ്. അതാണ് ഏത് പാട്ടാണ് കുഞ്ഞുനാളിൽ അമ്മ പാടി തന്നിട്ടുള്ളത്? ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഏത് പാഠം പഠിപ്പിക്കുമ്പോഴും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. കുഞ്ഞുനാളിൽ അമ്മ ഏത് പാട്ട് പാടി തന്നു? ഓമാന തിങ്കൾ കിടവോ നല്ല പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ. ഇതാണ് പാടി കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മ ഇരയിമൻ തമ്പി ആരെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടിയതാണ്? രാജാക്കന്മാരിൽ വെച്ച് കലാകാരന്മാരിൽ വെച്ച് രാജാവുമായ സ്വാതി തിരുനാളിനെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മാവനായ ഇരയിമൻ തമ്പി രചിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അമ്മമാരും എൻ്റെ അമ്മയും പാടി തന്നിട്ടുണ്ട്. കുട്ടാ കുട്ട കരയല്ലേ കുട്ട കരയല്ലേ പിരിയല്ലേ കുട്ട കുട്ടൻ്റെ ലപ്പം വരുമ്പോ ചക്കര കൊണ്ടുവരും. രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരീരാരോ. കുട്ട കുട്ട കരയല്ലേ കുട്ട കരയല്ലേ പിരിയല്ലേ കുട്ട കുട്ടൻ്റെ ലപ്പം വരുമ്പോ കുഞ്ഞുണ്ട് കൊണ്ടുവരും. കൊച്ചുമുണ്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറുമുണ്ടു ചുറ്റി. മഞ്ഞ കുറുമുണ്ടു ചുറ്റി എന്ന് എഴുതി ONV കൊടുത്തപ്പോഴത്തേക്ക് മലയാളം അറിഞ്ഞുകൂടാത്ത ബോംബെ രവി മഞ്ഞ കുറിമുണ്ടെന്നാക്കി. ചിത്രയ്ക്ക് അറിഞ്ഞുകൂടാ, പാവം കൊച്ചു പെണ്ണാണ്. അവരങ്ങ് കയറി പാടുകയും ചെയ്തു മഞ്ഞ കുറുമുണ്ട് ചുറ്റി എന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുഞ്ഞുണ്ട് കൊണ്ടുവരും. നമുക്ക് കൊച്ചുങ്ങൾ കുടിപ്പിക്കുന്ന കൊച്ചുമുണ്ട്. മനസ്സിലായില്ലേ? അന്നൊക്കെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചുമുണ്ടും കോണമൊക്കെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കണക്ക് സ്നഗ്ഗി ഗിരിക്കി മറ്റത് മറിച്ചതൊന്നും ഇല്ലല്ലോ. അതിനെ വെച്ച് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലേ, ഇല്ല. അപ്പൊ ഈ പാട്ട് ഞാൻ പാടിത്തരാം പിന്നീട്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആ പാഠഭാഗത്തിന്റെ പേരെന്താണ്? ആ യൂണിറ്റ്, ആ പുസ്തകത്തിന്റെ പേരെന്താണ്? സൂര്യകാന്തി. പ്രേമ പൂജ. നിങ്ങൾ ആരും കണ്ട് ഞാൻ വേണ്ടാത്തതേ കാണുള്ളൂ. അതാണ് എൻ്റെ ഒരു കുഴപ്പം. മനസ്സിലായി? നിങ്ങൾ ഇവിടെ നോക്കിയാ പ്രേമ പൂജ പുഷ്പവും എന്നെ മോളെ അണ്ണം പിടിച്ചു കേട്ടാ ഇതൊക്കെ. യെസ്. അപ്പൊ സൂര്യകാന്തി എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ്. പക്ഷേ അത് ഇട്ടേക്കുമോ? സൂര്യകാന്തി എന്നുള്ളതാണ് നമ്മുടെ പാഠം അല്ലെങ്കിൽ കോഴ്സ്. സൂര്യകാന്തി എന്ന് പറയുന്ന പുസ്തകം പഠിപ്പിച്ചു തുടങ്ങിയായിരുന്നോ? നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയായിരുന്നോ? പഠിപ്പിച്ചു തുടങ്ങി. ഓക്കെ, ശരി. അപ്പോൾ സൂര്യകാന്തി നോക്കിയോളൂ. എന്തായാലും എത്ര യൂണിറ്റ് അതിനകത്തുണ്ട് പറയൂ. ഓരോരുത്തരായിട്ട് പറയും. ആദ്യത്തത് നാടും നാട്ടാരും, രണ്ടാമത്തത് മേളം, നാലാമത്തത്, അഞ്ചാമത്തത് നല്ല നാടിന് വേണ്ടി. പേടിച്ചു പോയത് മനസ്സിലായി? അപ്പൊ നല്ല നാടിന് വേണ്ടി. ഇത്രയും യൂണിറ്റുകളാണ് അതിനകത്ത് ഉള്ളത്. പോട്ട് മാഷെ, അടുത്തത് നോക്കിയോളൂ. നാടും നാട്ടാരും. നാടും നാട്ടാരും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എത്ര പാഠഭാഗങ്ങളുണ്ട്? ഒന്ന് ഏതാണ്? ഇത്താത്ത പറയും. നാട്ടിൽ നിന്നൊരു കത്ത്. നാട്ടിൽ നിന്ന് ഒരു കത്ത്. അടുത്ത് ചിത്രം നോക്കി കഥ പറയാം. വടിക്കല്യാണം. അടുത്തത് സാറേ ഇതെന്ത് കല്യാണം? ഇതെന്ത് കഥ? മനസ്സിലായി? ഇതെന്ത് കഥ? തുമ്പിത്തുള്ളൽ. തുള്ള അറിയാമോ? ഇന്ന് തുള്ളും. മനസ്സിലായി? ഇന്ന് നമ്മൾ തുമ്പി തുള്ളും. നോക്കിയോളൂ. നാട്ടിൽ നിന്നൊരു കത്ത്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലാണ്, നടന്നു കണ്ടാലേ നാടറിയൂ നാടിനെ അറിയൂ. എന്തുകൊണ്ട് മോളെ പറ? അസൈൻമെന്റ് ആണ്, കുട്ടിയുടെ അടുത്താണ് ചോദിച്ചു. നടന്നു കണ്ടാലേ നാടറിയൂ നാടിനെ അറിയൂ. ആളുകളെ എന്തിനാണ് ആളുകളെ കാണുന്നത്? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചോണം. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ നമ്മളെ ശക്തീകരിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? എത്രയോ രക്ഷകർത്താക്കൾ നമ്മളതൊന്ന് തെറിയൊക്കെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പുഞ്ചിരിച്ചു, യെസ് വെരി നൈസ്, യു കീപ് അപ്പ് മാൻ, എനിക്ക് എന്നോട് തന്നെ അഭിമാനം. അങ്ങനെ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. പറ മക്കളെ, എന്താണ് നടന്നു കണ്ടാലേ നാടറിയൂ നാടിനെ അറിയൂ. അനുഭവങ്ങളിലൂടെ വേണം നമ്മൾ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അനുഭവങ്ങളിലൂടെയാണ് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഇതാര്? സ്പൈഡർമാനാ? പോടാ.
അവ ഇപ്പോൾ കുണ്ടാൻ കല്ലുമായിട്ട് വരും എൻ്റെ നെഞ്ചത്ത് കയറിയ നീ എന്നെ പോടാ അല്ലേ, അങ്ങനെയൊന്നും ഞാൻ പോകില്ലടാ എൻ്റെ അപ്പുറത്ത് ഇത്. അപ്പോൾ അങ്ങനെയാണ്. അതായത് നമ്മൾ നോക്കിയോളൂ, ഇന്നിപ്പോൾ നമ്മുടെ വീട്ടുവാതിൽക്കൽ പള്ളിക്കൂടത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് വരും? ബസ് വരും. നമ്മൾ അതിനകത്തോട്ട് അത് എന്ത് ചെയ്യും? ഓട്ടിച്ച് പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്നു, അവിടെ ഇറങ്ങുന്നു അല്ലേ? പണ്ടങ്ങനെ ആയിരുന്ന അല്ല, ഞങ്ങളൊക്കെ നടന്നു പോയി പഠിച്ചവരാണ് അല്ലേ? പക്ഷേ പാടത്തും വരമ്പത്തും ഇറങ്ങി പഠിച്ചു കാര്യങ്ങൾ. അന്ന് 4G 5G അങ്ങനെ ഉണ്ടായിരുന്ന ഇല്ല. ആകെ ഉണ്ടായിരുന്നത് മാതാജി, പിതാജി, ഗുരുജി. മനസ്സിലായില്ലേ? 4Gയും 5Gയും ഒരു സാധനങ്ങളും ഇല്ല. ആകെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? മാതാജി, പിതാജി, ഗുരുജി. അവരിടയ്ക്കിടയ്ക്ക് ഓരോന്ന് തരും. എല്ലാ നെറ്റ്വർക്ക് കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് അന്താരാഷ്ട്ര ശരിയായി, ഫൈൻ, ഓക്കെ. മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു നമ്മൾ. ഈ പറഞ്ഞ ഞാൻ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര വാലായിരുന്നു. ഭയങ്കര വാലെന്ന് വെച്ചാൽ ഭയങ്കര വാല്. ഇപ്പോഴും ഒരു കുറവില്ല. വെരി നൈസ്, താങ്ക് യു. അതെനിക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ എടുത്തേക്കും. മനസ്സിലായി? ഞാനൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോഴും വാലിനൊരു കുറവില്ലാതെ പറയും. വളരെ സന്തോഷമുണ്ട്. മനസ്സിലായി? ഭവതിയുടെ കാൽ തൊട്ട് എനിക്കൊന്ന് വന്ദിക്കണം. മനസ്സിലായി? എനിക്ക് അങ്ങനെ ഒരു പട്ടം തന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെയാണ്, ഒരു കുറവില്ല. നമ്മൾ ഇങ്ങനെ ആയിരിക്കണ്ടേ. പക്ഷേ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ മുടക്കം വരുത്താറില്ല. എൻ്റെ ഒരു കാര്യങ്ങൾക്ക് മുടക്കാറില്ല. ഏറ്റവും നല്ല പ്രിൻസിപ്പൽമാരിൽ ഒരാളും കൂടിയാണ് ഞാൻ. എൻ്റെ വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ ക്ലാസ്സിലും ഇങ്ങനെ അഴിഞ്ഞാടും. ക്ലാസ്സിൽ എനിക്ക് അഴിഞ്ഞാടണം. മനസ്സിലായില്ലേ? എവിടെ ചെന്നാലും എനിക്ക് അഴിഞ്ഞാടണം. പ്രോഗ്രാം സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വയനാട്ടിൽ സീതാദേവി ക്ഷേത്രമുണ്ട്. നിങ്ങൾ ആരെങ്കിലും വയനാട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പുൽപ്പള്ളിയിൽ സീതാദേവി ക്ഷേത്രം. ആ സീതാദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് 10,000-15,000 ആൾക്കാരുണ്ട്. കാരണം ഇവർ വന്നിറങ്ങിയാൽ പിന്നെ വെളുപ്പാൻ രാവിലെ തിരിച്ചു പോകും. കാരണം അതിനിടയ്ക്ക് തിരിച്ചു പോയാൽ അവരെ കാട്ടാന ചവിട്ടി കൊല്ലും, പുലി എടുത്തുകൊണ്ട് പോകും, അങ്ങനെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇവർ 6 മണിക്ക് വന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വെളുപ്പാൻ രാവിലെ 6 മണിക്ക് പിന്നെ തിരിച്ചു പോകാൻ നടക്കുകയുള്ളൂ. അവിടെ നമ്മൾ ഇത് കണക്ക് തന്നെയാണ്. അവിടെ 2,000 പേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ വേലി കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഇവരുടെ ഇറങ്ങി ചവിട്ടി കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ കളിക്കണമെങ്കിൽ ഇതോ അവിടെ ഇറങ്ങി കളിച്ചോളണമെന്ന് കമ്മിറ്റിക്കാർ പറയും. നമ്മൾ മൈക്ക് കൊണ്ട് അവരുടെ ഇടയിൽ കിടന്നാണ് കളിയും പാട്ടും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര രസമാണ്. മനസ്സിലായില്ലേ? വൈബാണ്. അതാണ് നാട് കണ്ടാൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എല്ലാ ജില്ലകളിലും പോയി. 6 ജില്ലകളിൽ ഞാൻ അധ്യാപകനായി തന്നെ സേവനം അനുഷ്ഠിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ്, മലപ്പുറം ഇങ്ങനെ 6-7 ജില്ലകളിൽ നമ്മൾ സർവീസ് തന്നെ ഉണ്ട്. അപ്പം നല്ല രസകരമായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ. മനസ്സിലായില്ലേ? എൻ്റെ പെങ്ങളും ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, ഇംഗ്ലീഷ് അധ്യാപികയാണ്. പ്രേം നസീർ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൂന്തള്ളൂർ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും 2-3 കൊല്ലമൊക്കെ അവിടെ നിൽക്കും. അപ്പോഴത്തേക്ക് ഈ എൻ്റെ പെങ്ങളി എന്ന് എൻ്റെ പെണ്ണുപിള്ളേരുടെ അടുത്ത് വേണീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, നാത്തൂനെ എടി അണ്ണൻ അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്, അതാണ് അണ്ണൻ ഇങ്ങോട്ട് വരാത്തത്, നീയും കൂടെ പോയി അവിടെ താമസിക്കണമെന്ന് പറയും. അപ്പോഴത്തേക്ക് എൻ്റെ പെണ്ണുപിള്ള തിരിച്ചു പറഞ്ഞ മറുപടിയാണ് രസകരം, ഇങ്ങനെ ഏത് ജില്ലയിൽ പോയാലും അവിടെ സെറ്റപ്പ് കാണും, ഞാൻ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് പോകുമെന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കങ്ങനെ സെറ്റപ്പും കെറ്റപ്പൊന്നുമില്ല. പക്ഷേ എല്ലാവരോടുമായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ഇടപഴകും, എല്ലാവരുമായിട്ട്. കാസർഗോഡ് ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കവലയിൽ വഴക്ക് നടന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പലായിട്ട് എടുക്കുന്ന ഞാൻ കുടയും കുത്തിയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ വഴക്കില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അവിടെ വഴക്കില്ല, അവരെല്ലാം പിരിഞ്ഞു പോകും. നമ്മൾ പിന്നെ അകത്ത് കയറി പോയി കതവടച്ചു എന്ന് അറിഞ്ഞിട്ട് അവർ വീണ്ടും വഴക്കിന് ഇറങ്ങുള്ളൂ. അപ്പോൾ മാഷന്മാരൊക്കെ മാഷെന്നാണ് വിളിക്കുന്നത്. മാഷെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് അറിയാമോ? എവിടെയാണ്? കാസർഗോഡ് ആണ്, നവോദയ വിദ്യാലയത്തിലാണ്, അല്ല കേന്ദ്രീയ വിദ്യാലയത്തിൽ. അപ്പോൾ എന്താണ് അവർ മാഷ എന്നല്ലേ വിളിക്കുന്നത്? ടീച്ചറെ മാഷ് എന്നേ വിളിക്കുകയുള്ളൂ. എന്താണ് ഈ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? മാഷ് അയ്യോ ഇരുന്ന് പറയാണ്, ഗുരു എൻ്റെ അടുത്തോട്ട് തന്നെ വരികയാണ്. എന്തിനാണ് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഞ്ഞി എന്നാണ് അർത്ഥം. മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഞ്ഞി എന്നാണ്. മരുന്ന് കഞ്ഞി എന്താണ് മരുന്ന് കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്ന് കഞ്ഞി നമ്മൾ ഏത് മാസത്തിൽ കുടിക്കുന്നതാണ്? കർക്കിടക മാസം. എന്തിനാണ് കുടിക്കുന്നത്? ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ശാരീരികമായ ഉണർവിനും തെളിച്ചത്തിനും അരോഗകരമായ അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥയാണല്ലോ ആരോഗ്യം. അപ്പോൾ ആ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്നതാണ് എന്ന് പറയുന്നത് മരുന്ന് കഞ്ഞി. മനസ്സിലായില്ലേ? അതേസമയം മാഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ള മരുന്ന് കഞ്ഞിയല്ല, മനസ്സിനുള്ള മരുന്ന് കഞ്ഞിയാണ്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എണീപ്പിച്ചേർത്തി കൊച്ചൊരു കാര്യം പറഞ്ഞാൽ അത് സന്തോഷത്തോടുകൂടി പറയുമ്പോൾ നമ്മളൊരു കയ്യടി അവന് കൊടുക്കുകയോ കൊള്ളാം മോനെ എന്ന് പേര് വിളിച്ച് അഭിനന്ദിക്കുകയോ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്നെ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് കിട്ടിയത് എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്. ഞാൻ പാടുകയും നാടകം അവതരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. ജോലി എന്നെ ഒരുത്തം പോലും, ഒരു അധ്യാപകർ പോലും, അവരെ എല്ലാം സ്ഥിരം വേട്ടമൃഗം ഞാനായിരുന്നു. അവിടെ എന്ത് കാണിച്ചാലും എന്നെ പിടിക്കും, മൂടുറക്കി ഇടിക്കും, വായില്ലാക്കുന്നില്ല അപ്പനാക്കി ഇരുത്തും. ഇതായിരുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ആരോടും ഒരു മമതയുമില്ല. ആകെ എനിക്ക് എൻ്റെ ശ്രീലത ടീച്ചർ ഉണ്ടായിരുന്നു, സംഗീതം പഠിപ്പിച്ച അധ്യാപികയാണ്. അവരൊക്കെ ഇപ്പോഴും ഞാനൊരു ഭയങ്കര കോണ്ടാക്ട്സ് ഉണ്ട്. എല്ലാ രാത്രികളിലും അവരെനിക്ക് പാട്ട് പാടിയിട്ട് തന്നിട്ട്, മോനെ
മക്കൾ ഉറങ്ങിയാടാന്ന് ചോദിച്ചുകൊണ്ട് എന്നെ അങ്ങനെ മകനായിട്ട് തന്നെ കണക്കാക്കുന്നവരാണ് അവർ. അങ്ങനെ ഒരു അധ്യാപിക മാത്രമേ എന്നെ ഈ എൻ്റെ ഹൈസ്കൂൾ തലം വരെ പരിഗണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പരിഗണനയെല്ലാം തന്നത് ഈ ഹയർ സെക്കൻഡറിയിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വിളിച്ച് മോനെ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊരു അഭിനന്ദനമാണ്. മനസ്സിലായി? എൻ്റെ മനസ്സ് എവിടെ പോകുമെന്നറിയാമോ? എൻ്റെ മനസ്സ് എവിടെ പോകുമെന്നറിയാമോ? അത് ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങളെല്ലാവരും ഒരു കത്തെഴുതും. എഴുതിക്കോ, ഒരു കത്തെഴുതും. എന്തിനെ കുറിച്ച് വേണം ആൾ പഴയ പ്രേമലേഖനമൊക്കെ പൊടി കെട്ടിയിരിക്കും. എഴുതിക്കോ. 2 മിനിറ്റ് തരും, ഒരു കത്ത് എഴുതുക. മനസ്സിലായില്ലേ? പെട്ടെന്ന് എന്തിനെ കുറിച്ച് വേണം ആവാം, വിഷയമല്ല നിങ്ങൾ തന്നെ. പോട്ടെ, പ്രവാസ ജീവിതത്തെക്കുറിച്ച് എഴുതും. പ്രവാസ ജീവിതം നമ്മൾ സങ്കല്പിച്ച് എഴുതിയാൽ നമ്മളിവിടെ ഇല്ല, വെളിയിലാണ്. മനസ്സിലായില്ലേ? വെളിയിലാണ്. അപ്പോൾ നമ്മളെ നാടും നാട്ടാരും നാട്ടുപരിസരവും കാര്യങ്ങളും എല്ലാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് എഴുതുക. വേഗമാവട്ടെ, പെട്ടെന്നാവട്ടെ. ഓക്കെ, എഴുതിയത് ഓക്കെ, മതി. ഓക്കെ, യെസ്. ഓക്കെ. ആർക്കെങ്കിലും ഒന്ന് അവതരിപ്പിക്കാമോ? ചടപടാ വരണം കേട്ടോ. ആരും അങ്ങനെ മടി വിചാരിച്ചിരിക്കരുത്. എന്ത് ചെയ്യാൻ വിളിച്ചാലും നമ്മൾ കൊല്ലാൻ വിളിച്ചാലും നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങി വരണം. അല്ല പറഞ്ഞ ഓക്കെ എങ്ങനെയായിരുന്നല്ലോ ആയിക്കോട്ടെ. പറയണം. അച്ഛന് മതി. വെരി ഗുഡ്, വെരി ഫാന്റാസ്റ്റിക്. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ഒരു കയ്യടി കൊടുക്കണം. ഇത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായി. കൊള്ളാം, ഇവിടെ രസകരമായിട്ടുണ്ട്. ഗംഗുഭായ് കത്തിയാവാടി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? അലിയ ഭട്ടിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ്. ആ പെണ്ണിൻ്റെ ആദ്യത്തെ പടം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവൾ കൂതറായിരിക്കുമെന്ന്. മനസ്സിലല്ലേ? അവൾ 2 പീസിലൊക്കെ മറ്റേ ഏതാണ് സ്റ്റുഡൻസ് ഓഫ് ദ ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന സിനിമയിൽ വന്ന് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പെണ്ണ് ഫോക്കസ് ആണല്ലോ ഇതിങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്ത്. പക്ഷേ പിന്നീട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി. അവർ ഹൈവേ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. രൺദീപ് ഹൂഡയും അഭിനയിച്ച ഭയങ്കര രസകരമായ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തെ ആസ്പദമാക്കി എടുത്തതാണ്. അതായത് തട്ടിക്കൊണ്ടുപോകുന്ന ആളോട് ഇഷ്ടം തോന്നി വരുന്ന ഭയങ്കര രസകരമായി. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഭയങ്കര മൂവിയാണ്. AR റഹ്മാൻ്റെ മ്യൂസിക്, റോഡ് മൂവിയാണ്. മനസ്സിലായി? നല്ല സിനിമകളും കാണണം കേട്ടോ, ഗംഭീരമാണ്, ഭയങ്കരമായ സിനിമയാണ്. ഞാൻ കുറേ സിനിമകൾ പറഞ്ഞില്ല, നിങ്ങൾ പോയി കാണണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സിനിമകളെല്ലാം മാഷന്മാർ പോയി കണ്ടിട്ട് എന്നോട് വിളിച്ച് പറയാറുണ്ട്, മാഷെ ഗംഭീരമായിട്ടുണ്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറയാം. അപ്പോൾ അതിൽ ഈ ഗംഗുഭായ് കത്തിയവാടിയിൽ ചുവന്ന തെരുവിലാണ്. ചുവന്ന തെരുവ് അതായത് ബോംബെയിലെ കാമാത്തിപുരം എന്ന്, അതായത് റെഡ് സ്ട്രീറ്റിൽ നിന്ന് MP ആയി തീർന്ന ഗംഗുഭായ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഗംഗുഭായ് കത്തിയാവാടി. അലിയ ഭട്ടാണ് അതിൽ മെയിൻ വേഷം അവതരിപ്പിക്കുക. അതിലൊരു കത്തെഴുതുന്ന രംഗമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയാം. ഭയങ്കര ടച്ചിങ്ങാണ്, ഭയങ്കരമായ ടച്ചിങ്ങാണ് ആ കത്തെഴുത്ത് രംഗം എന്ന് പറയുന്നത്. ആ ക്യാമറ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഒരു പെൺകുട്ടി, ഇവൾ എഴുത്തും വായനയും പഠിച്ചതാണ്, കാമുകനാൽ വഞ്ചിക്കപ്പെട്ടാണ് റെഡ് സ്ട്രീറ്റിലെത്തുന്നത്. അപ്പോൾ അവിടെ ഒരു എഴുത്തെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ അച്ഛനെ എഴുത്തെഴുതാൻ വേണ്ടിയിട്ട് ഇവളെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ക്യാമറ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് ആ ഫ്രെയിമിലേക്ക് ഓരോരുത്തരായിട്ട് പതുക്കെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഈ ലൈംഗിക തൊഴിലാളികളായ പെൺകുട്ടികൾ വന്ന് ചേരുകയും ഒരാൾ പറഞ്ഞു തുടങ്ങുകയും അടുത്തയാൾ അത് പൂരിപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ മനുഷ്യനായതുകൊണ്ട് ഞാൻ ഇരുന്ന് കരഞ്ഞു. എൻ്റെ പെണ്ണുമ്പിള്ള കൂടെ കരഞ്ഞ് മൂക്കളൊക്കെ എൻ്റെ പുറത്ത് തന്നെ വെച്ച് മനസ്സിലല്ലേ? മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്ക് അത് കരഞ്ഞുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റൂ. കാരണം അച്ഛൻ പറഞ്ഞത് എൻ്റെ മലയാളം ഇങ്ങനെയാണ്, അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ അച്ഛാ എനിക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ പെൺകുട്ടിയും ഓരോ വാചകങ്ങൾ പറഞ്ഞാണ് ആ കത്ത് പൂർത്തിയാകുന്നത്. ഭയങ്കര ടച്ചിങ്ങാണ്. അവർ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് പയ്യെ ക്യാമറ, സഞ്ജയ് ലീല ബൻസാലിയാണ് ഇവിടെ ക്യാമറ വയ്ക്കണമെന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടാണ്. ഇതുപോലെ ടച്ചിങ് ആയിട്ടുള്ള കത്തുകൾ ഇഷ്ടം പോലെ നമ്മുടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ സാഹിത്യത്തിലുണ്ട്. നമ്മുടെ സാഹിത്യത്തിൽ ആവശ്യം പോലെ ഇതുപോലെ കത്തുകളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കുട്ടികൾക്കത് പ്രയോജനപ്പെടുത്തി കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, എന്താണ് നാട്ടുജീവിതത്തിൻ്റെ മനോഹാരിത. വൈലോപ്പള്ളിയുടെ ആസാം പണിക്കാർ എന്ന് പറയുന്നൊരു കവിതയുണ്ട് അല്ലേ? ജനിച്ച നാടു വിട്ടകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസ ജീവിതത്തിൻ്റെയാണ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, എൻ്റെ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, വിടുവായന്തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു, എൻ്റെ ബാല്യം തിരഞ്ഞു പോകുന്നു. അനിൽ പനച്ചൂരാൻ്റെ കവിതയാണ്.
അത് അയാൾ സിനിമയിൽ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും എന്ന് ആ പാട്ട് എടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കണം, കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് തന്നെ ചോദിക്കണം, മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്ന മക്കളെ, നിങ്ങൾ നാട്ടുകാരെയൊക്കെ എങ്ങനെ നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ അവരോട് എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കണം. വേണ്ടേ? ചോദിക്കണം. നമ്മളല്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കും? ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ മെനങ്ങാന്നൊരു 10ാം ക്ലാസ്സുകാരി കുട്ടി ആത്മഹത്യ ചെയ്തു. അവിടെ ബോർഡിങ്ങിൽ പഠിക്കുന്ന കുട്ടിയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുറേ നേരം കുനിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അങ്ങ് അകത്തേക്ക് പോയിട്ട് അച്ഛൻ പറയിൽ ഇങ്ങനെ എന്ന് വെച്ചിട്ട് എന്നാ കയറ് ആത്മഹത്യടാ നാറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുമ്മാ അവിടെ ചുമ്മാ കള്ള ഊണായാ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് അച്ഛനാണ് കയർ സ്പോൺസർ ചെയ്തത്. നമ്മൾ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചൊരു വാചകമുണ്ട്, 16 വയസ്സ് വരെ നിന്നെ വളർത്തിയതിൻ്റെ ചൂടും ചൂരും ഒന്നും നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ നീ ജീവിച്ചിരുന്ന കാര്യമില്ല, നീ ചാവേണ്ടോന്ന് തന്നെ, ഇവിടെ ഉണക്കിയെടുത്ത് വച്ചേക്കൊന്നുമില്ല, അവിടെ ഒരു കുഴി കുത്തും എടുത്തങ്ങ് മൂടും പോടാ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എനിക്ക് പിന്നെ അതിന് ശേഷം ഇന്ന് വരെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല. എന്തല്ലേ? ഒരു ആത്മഹത്യ ചെയ്യുന്ന കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. വല്ല കാര്യമുണ്ടോ? നമ്മൾ പിടിച്ചിരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പറയില്ലേ ജീവിതം പിന്നെ ഒരിക്കലേ ഉള്ളൂ. ജീവിതം ഒരിക്കലല്ല, മരണം ഒരിക്കലേ ഉള്ളൂ. അല്ലേ? മരണം ഒരിക്കലല്ലേ ഉള്ളൂ. ഒറ്റൊരിക്കലല്ലേ ഉള്ളൂ. മരിച്ചിട്ട് തിരിച്ചു വരൂ? ഇല്ല. ജീവിതം ഓരോ നിമിഷവും ജീവിതം ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതമല്ലേ, ഇത് ചിരിച്ച് കളിച്ചിരിക്കുന്നു, അടുത്ത നിമിഷം അത് തന്നെ ആയിരിക്കും. ജീവിതം എന്ന് പറയുന്നത് അനേകമുണ്ട്, ഒരെണ്ണമല്ല, അനേകമുണ്ട് ജീവിതം. മരണം ഒറ്റ ഒന്നുള്ളൂ. വന്ന് വിളിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ടിപ്പു സുൽത്താൻ സീരിയൽ കണ്ടു തീർത്തിട്ട് ഞാൻ വരുന്നുള്ളതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോഴേ കയറി പൊയ്ക്കൊള്ളണം. മനസ്സിലായി? എൻ്റെ വേളി എന്ന് പറയുന്ന കവിത പഠിച്ചിട്ടില്ലേ? ജി ശങ്കരക്കുറുപ്പിൻ്റെ പഠിച്ചിട്ടില്ലേ? അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ മനോഹരമായിട്ടാണ്. കാലമൻശിര സിംഗൽ അണീക്കയായി മുല്ലഭാലത്തിൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. മനസ്സിലായില്ലേ? പുള്ളി വന്ന് വിളിക്കുമ്പോൾ വരൻ മാത്രം ആസന്നമായി പോയി. പിന്നെ തലവേദന എടുക്കണമത്തെ ഇല്ല. വരൻ മാത്രം ആസന്നമായി പോയി, വരണം സനാതന നിയമം ലംഘിക്കാമോ എന്നാണ്. മനസ്സിലായി? ആ സനാതനമായ നിയമമാണ്. വന്ന് വിളിക്കുന്നു, വരൂ പോകാം കമാൺ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇല്ലെണ്ണ പവിത്രം സീരിയൽ കണ്ടിട്ടേ വരുന്നുള്ളൂ, തീരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. വരൂ 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 നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോയാലേ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മരണം ഇത്താത്ത നമുക്ക് ഒരിക്കലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുനിമിഷം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ പിള്ളേരെ എടുത്ത് പറഞ്ഞു കൊടുക്കുക. കത്തുപാട്ടുകൾ ഉണ്ടല്ലോ, മാപ്പിളപ്പാട്ട് ശേഖരത്തിലെ കത്തുപാട്ടുകൾ. അടുത്തേറ്റം തായ് മയിലാന്തു കമാന്തർ ബെൻഡറുടെ കാരണമെന്താ, അടുത്തേറ്റം തായ് മയിലാന്തു കമാന്തർ ബെൻഡറുടെ കാരണമെന്താ, അപ്പോൾ പട്ടാളമടങ്കലിൽ ആയുധം പൂണ്ടിടലാൽ അല്ലേ നടപടി ആദരിത്തതിനാൽ അതിശയമായി കമാന്തറുമായി സർവരും. മറന്നുപോയി, മോൾക്ക് പണ്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവള് പോയി ഈ പറഞ്ഞ കണക്കിന് ജില്ലാ തലത്തിൽ പാടി ഫസ്റ്റ് വാങ്ങിച്ചതാണ് ഈ മാപ്പിളപ്പാട്ട്. എൻ്റെ മൂത്തയാൾ അവൾ തട്ടൊക്കെ ഇട്ട് പിന്നെ അൽഫാം മന്തില്ല അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? അൽഫാം മന്തില്ല അങ്ങനെ എന്താണ് അൽഫാം മന്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കയറി പാടി അവൾ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്ന പാട്ടാണ്. ഓ ഓ ഓ ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കല്ലേ പറ്റുള്ളൂ. മാപ്പിളപ്പാട്ടുകൾ നമ്മളങ്ങനെ വേദിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ല. ഞാൻ പഠിച്ച നാടൻ പാട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് വേദിയിൽ ഓരോ വർഷവും ഇങ്ങനെ പാടുകയാണ്. മാപ്പിളപ്പാട്ടുകളെന്ന് മാത്രമല്ല, ചില പാട്ടുകൾ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള മാപ്പിളപ്പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പാട്ട് ആണ് ഒന്നാനാം നല്ല മണി അല്ലേ ചാടണ ആൽക്കവുങ്ങിൻ വലപൂത്താൽ പിന്നെ ആലൊന്നും നമ്മൾ കാണൂല നല്ല ഇളം കവുങ്ങ്. ഈ പാട്ടൊന്നും ചില അമ്പലങ്ങളിൽ നമ്മളെ പാടാൻ സമ്മതിക്കില്ല. എന്തല്ലേ? ചില അമ്പലങ്ങളിൽ ഇത് പാടരുതെന്ന് പറയും, മാപ്പിളപ്പാട്ട് വേണ്ടാന്ന് പറയും അവർ. അതുപോലെ എന്തു നല്ല തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് കേട്ടിട്ടുണ്ടോ? ആരടോ മാറടോ പാക്കനാര് മാറടോ, അതൊക്കെ ചിലർക്ക് കൊള്ളും. പറയപ്പെട്ട പന്തലുലത്തിലെ പ്രമുഖനായിട്ടുള്ള ആൾക്കാർ ആരാണ്? പാക്കനാര് ജാതീയതയെക്കുറിച്ച് പാടിയ പാട്ടാണിത്. മനസ്സിലായില്ലേ? മാറടോ പാക്കനാര് മാറടോ പാക്കനാര് മാറടോ പാക്കനാരു മാറടോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാന്റെ
തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു നല്ല തീണ്ടലാണ്. അത് കൊള്ളും ചിലർക്ക്, അത് കൊള്ളും. ആ അയിത്തവും അനാചാരവും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ല എന്നൊന്നും പറയരുത്. ജസ്റ്റ് മാട്രിമോണിയൽ കോളം നോക്കിയാൽ നായർ പെണ്ണ്, ഈഴവ പെണ്ണ്, മറ്റേ പെണ്ണ്, ആകെ ആ ജാതി മതം വേണ്ടാത്തത് തൻ്റേതല്ലാത്ത കാരണത്താൽ ഗർഭിണിയായ പെൺകുട്ടി 26 വയസ്സ്, അതിന് ജാതി മതമൊന്നും നോക്കണ്ട. ബാക്കി എല്ലാറ്റിലും നമ്മളെ അത് നോക്കും, ജാതിയും നോക്കും, മതവും നോക്കും. അങ്ങനെയൊന്നും നമ്മൾ പച്ചപരിഷ്കാരികളൊന്നും ആവരുത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ചില ഇടങ്ങളിൽ നമ്മളിത് പാടാൻ പോകുമ്പോഴത്തേക്ക് പാടും. അതുകൊണ്ട് ഞാൻ ഈ മോളെ പഠിപ്പിച്ചതാണ് ഇത്. പിന്നീട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അവൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ജില്ലാതലത്തിൽ പോയി പ്രൈസ് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് അവൾ ഈ പഠിത്തത്തിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ഒരു പെണ്ണ് ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് ഒരു സൈക്കോ ആയിപ്പോയി. കൊറോണ വന്നപ്പോഴത്തേക്ക് കുറേ പിള്ളേർ സൈക്കോകളായി, എന്നല്ലേ, വീട്ടിൽ അടച്ചിട്ടിരുന്ന അതുവരെ ഭയങ്കരമായിട്ട് എക്സ്പോഷർ നടത്തി ആടിയും പാടിയും നടന്ന പെങ്കൊച്ച് ഒരു ദിവസം കൊണ്ടങ്ങ് ഒരു മാസം 2 മാസമൊക്കെ കൊണ്ടങ്ങ് പള്ളിക്കൂടത്തിൽ പോകാതിരുന്നപ്പോൾ അങ്ങ് എന്ത് ചെയ്തു, സൈലൻ്റ് ആയിപ്പോയി. കൊച്ചു ഭയങ്കര സൈലൻ്റാണ് ഇപ്പോൾ. വീട്ടിൽ എനിക്ക് തന്നെ ഒച്ച എടുക്കാൻ പറ്റില്ല, മിണ്ടായിടാന്ന് പറയും, മനസ്സിലായി. അങ്ങനെ മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ പാട്ടും കളിയൊന്നുമില്ല, മനസ്സിലായില്ലേ. കോഴിക്കോട്ട് കിടന്ന് ഇപ്പോൾ നക്ഷത്രക്കാലം ഉണ്ടെന്ന്. നീറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ വിടൂ, മനസ്സിലായില്ലേ. വലിച്ചു കയറി അവർ ചവരി ഒട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇത്തിരിയൊക്കെ അനുഭവിക്കട്ടെ, നല്ല മനസ്സിനൊരു സാന്നിധ്യവും കാര്യമൊക്കെ വരുമല്ലോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കത്ത് പാട്ടുകൾ നിങ്ങൾ ശേഖരിച്ചോളണം. മാപ്പിളപ്പാട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് കത്തുപാട്ടുകൾ എന്ന് പറയുന്നത്. ആ കത്തുപാട്ടുകളൊക്കെ ഇനി നിങ്ങൾ പാടാൻ പറ്റിയില്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിൽ ഇത് പിള്ളേരൊക്കെ മൾട്ടിമീഡിയ, മനസ്സിലായില്ലേ, ICT ലെവൽ ലേണിംഗ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം. പോട്ട് മാഷേ അടുത്തത് നോക്കിയോളൂ. അടുത്തത് നോക്കി, ചിത്രം നോക്കി കഥ പറയാം. പിന്നെ അതിനകത്ത് തന്നെയുണ്ട്, നമ്മളെ തന്നിരിക്കുന്ന ചിത്രത്തിനകത്ത് തന്നെയുണ്ട്. ഇതിനകത്തൊരു ചിത്രം തന്നിട്ടുണ്ട്, ഇതിനകത്തൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കി, ഇത് മാത്രമല്ല, മനസ്സിലായില്ലേ. എന്താണിത്? ഇത് ഗ്രാമജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു നാട്ടിൻപുറം ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ. കുട്ടിയുടെ ഉള്ളിലും പച്ച പിടിച്ചൊരു നാട്ടിൻപുറം ഉണ്ടാകും. നാട്ടിൻപുറത്ത് കളിച്ചു വളർന്ന എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റേതായ ഓർമ്മകൾ ഉണ്ടാകും, മനസ്സിലായില്ലേ. ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലൊത്തുവാൻ മോഹം, മരമൊന്നുലൊത്തുവാൻ മോഹം. എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. ഈ ചിത്രം നോക്കി നമുക്ക് ഇതിൻ്റെ മനോഹരമായ കഥകൾ പറയാം. ഈ ചിത്രമല്ല, വേറെയും ചിത്രങ്ങൾ നമുക്ക് ആരെ കാണിക്കാം, കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് അവരെ കൊണ്ട് നമുക്ക് മക്കളെ ചിത്രം നോക്കിയിട്ട്. കാരണം എന്താണെന്നറിയാമോ, ഇത് എന്താണ് നമ്മൾ പറയാറില്ലേ, ഭാഷ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒരു കാര്യമാണ് നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ടിങ്ങിനായാലും മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, മനസ്സിലായില്ലേ. ഇപ്പോൾ പോലീസുകാരൻ ഈ ആലിയ ഭട്ടിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരിക്ക് പിന്നെ ബോഡി ലാംഗ്വേജ് കൺസൾട്ടൻ്റ് ഉണ്ട്. അതായത് നമ്മൾ മമ്മൂട്ടിയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഇടത്തെ കൈ ഇങ്ങനെ കുത്തും. മോഹൻലാലിനെ അനുകരിക്കുന്നവർ ഒരു ചരിവുണ്ടായിരിക്കും, അല്ലേ. സുരേഷ് ഗോപി അനുകരിക്കുന്നവർ ചാണകം ചവിട്ടി കുഴയ്ക്കുന്നതാണ് പുള്ളി, അങ്ങനെ അനുകരിക്കും. മിക്കവാറും എല്ലാ സിനിമകളിലും ഈ ഒരു ലെവലിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ആലിയ ഭട്ട് അങ്ങനെയല്ല. ഒരു സിനിമയിൽ അഭിനയിച്ച മാനറിസമോ ബോഡി ലാംഗ്വേജോ അടുത്ത സിനിമയിൽ അവരെന്ത് ചെയ്യില്ല, അവർ കൊണ്ടുവരില്ല. അതിന് വേണ്ടിയിട്ട് അവർ പിന്നെ ബോഡി ലാംഗ്വേജ് ആർട്ടിസ്റ്റുകളെ വച്ചിട്ടുണ്ട്, ഡയറക്ടർമാരെ വച്ചിട്ടുണ്ട്, ബോഡി ലാംഗ്വേജ് ഡയറക്ടർമാരെ. അപ്പോൾ അവർ നോക്കിയിട്ട് പറയും, മാഡം കഴിഞ്ഞ സിനിമയിൽ ഇതാണ് ഈ ബോഡി ലാംഗ്വേജ്, ഇനി ഈ സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല നിരീക്ഷണ പാഠവും വേണം. എന്തെല്ലാം അവർ കാണുന്നു, ഏതെല്ലാം കാണുന്നു, മനസ്സിലായില്ലേ. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് നമ്മളെക്കാളും ഭയങ്കര നിരീക്ഷണ ബുദ്ധിയുള്ള ആൾക്കാരാണ് കുട്ടികൾ, മനസ്സിലായില്ലേ. നമുക്ക് ഇവിടെ ഒരു വള്ളംകളി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? വള്ളം കളിക്കാൻ പറ്റുമോ? ഇവിടെ വള്ളംകളി നടത്താൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? വെല്ലുവിളിയാണ്. പറ്റും. അപ്പാ പുള്ളിക്കാരി ഒരു വള്ളം കളി കളിച്ചു നോക്കട്ടെ. ഇപ്പം നമ്മളൊരു വള്ളം കളി കളിക്കും. വാ കളിച്ചോ. കുറച്ച് പേരും കൂടെ വേണം. ആരെയൊക്കെ വേണം വിളിച്ചോ. താണ്ട എന്തിനു വേദനയും തയ്യാറായി വരുന്നു. അതെ, ഈ വയർ അങ്ങോട്ട് നീക്കിയിട്ടോളൂ. നിങ്ങളെ വയറല്ല, ഈ വയർ. പുള്ളിക്കാരി അന്തം വിട്ടോ, ഇത് ആരെ വയർ നീക്കിയിടാൻ പറയണമെന്നാണ്. യെസ്. എങ്ങനെ തുടങ്ങാം?
കണ്ടോളണേ, കണ്ടോളണേ, കണ്ടോളണേ. ആ ആ എങ്ങനെ 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 ബാ. അയ്യോ വെള്ളം മുന്നോട്ട് പോവാം, വെള്ളം മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഇരുന്നോ ഇരുന്നോ, ആ ഷാളൊക്കെ കെട്ടുവച്ചേ. ആ പിന്നല്ല ഇരുന്നോ. എന്ത് ചെയ്യും ധീരന്മാരെ? വരണം ഏത് പ്രായത്തിലും. ശ്വാസം എടുക്കാൻ വയ്യ, വരൂലേ? വരും. ചത്ത് കിടന്നാലും നമ്മൾ എണീച്ച് വരണം, മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളേരുടെ അടുക്ക് നമ്മളല്ലാതെ പിന്നെ വേറെ ആര്? വെള്ളം ഉണ്ടായിരുന്നാ? ഇല്ല. വെള്ളം ഉണ്ടായിരുന്നാ? നമ്മൾ വെള്ളം തുഴഞ്ഞില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു കൈയടി കൊടുക്കുക, മനസ്സിലായോ? മോശം മോശം, ഞാൻ കളിക്കാനില്ല, സത്യമായി ഞാൻ കളിക്കാനില്ല. എന്ത് പറ്റി? നോക്കൂ നോക്കൂ നോക്കൂ, നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? എന്തിന്? 2016-17 കാലഘട്ടങ്ങളിൽ കുമ്മിൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ തരിശായി കിടന്ന 2.5 ഏക്കർ പാടം പാട്ടത്തിനെടുത്ത് ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് പിന്നെ കൃഷി നടത്തിപ്പിച്ചു. 2 പൂവൽ കൃഷി നടത്തി. അവിടെ നിന്ന് കിട്ടിയ സർക്കാർ ധനസഹായം, ഈ 2 പൂവൽ കൃഷി നടത്തിയ നെല്ല് വിറ്റ പൈസയും അധ്യാപകരും കുട്ടികളും ചേർന്നെടുത്ത കളക്ഷനും കൂടെ ചേർത്ത് ഞങ്ങൾ 1000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് എൻ്റെ സ്കൂളിലെ കുട്ടിയായ സൂരജിന് കാഞ്ഞിരത്തുമൂട്, കൊല്ലം ജില്ലയിലെ കാഞ്ഞിരത്തുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അന്ന് ഇതുപോലെ ഒരുപാട് പച്ചത്തെറിയും അപരാധവും കേട്ടവനാണ് ഞാൻ. എൻ്റെ മകളുടെ വെളുത്തു തുടുത്തിരിക്കുന്ന കൈകൾ ഈ പിന്നെ എന്താണ് ഞാറിൻ്റെ അരം കൊണ്ട് മുറിയാൻ കാരണമായി. താനാര് പറയടോ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പ് ഇവന്മാരെല്ലാം വന്നു.
നമ്മൾ വേണ്ട ഈ ചെവി കൂടെ കേട്ടെ, ആ കുട്ടികളെല്ലാം 1200-ന് 1170 മാർക്കിന് മേളിൽ വാങ്ങിയാണ് ആ പിള്ളേരെല്ലാം ജയിച്ചത്. പഠിത്തത്തിന് പുറകോട്ട് പോയാ ഇല്ല. പക്ഷേ ഇന്നും ഇപ്പം ആ കുട്ടികളെല്ലാവരും എം.എഡ് എല്ലാം കഴിഞ്ഞ് MSc-ക്കും ചിലർ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇന്നും ആ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? രക്ഷകർത്താക്കൾ എന്തോ പറഞ്ഞോട്ടെ, നാറികളാണ്, മനസ്സിലായില്ലേ? നാട്ടുകാരെന്ത് നമ്മളെക്കുറിച്ച് പറയും? അവരെ ചിലവിലാണ് ജീവിക്കുന്നത്. നമ്മൾ നാട്ടുകാരെ ചിലവിലല്ല ജീവിക്കുന്നത്, നമ്മൾ സ്വന്തം ചിലവിലാണ് ജീവിക്കുന്നത്. നോക്കിയോളൂ, ആ കുട്ടിക്ക് ആ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരേ ഒരു അനുഭവം ഈ മാഡം പറഞ്ഞതുപോലെ ആ വള്ളംകളി മാത്രമായിരിക്കും. വേറെ ഒന്നും അവന് ഓർമ്മ കാണൂല, സത്യമായി ഓർമ്മ കാണത്തില്ലേ? ഞാൻ എഴുതിത്തരാം. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞാണ്, സാർ അന്ന് ഞങ്ങൾ ആ ചേറിലും ചെളിയിലും ഇറങ്ങി, ഞങ്ങൾ ഈ ചേറൊക്കെ വാരി എറിഞ്ഞ്, ഞങ്ങൾ ടില്ലറും ട്രാക്ടറും ഉപയോഗിച്ച് കൊച്ചുങ്ങൾ തന്നെയാണ് പൂട്ടി ഒരുക്കി ഞങ്ങൾ. എന്നിട്ട് വൈകുന്നേരം എവളുമാരെല്ലാവരും കൂടെ എൻ്റെ ആമ്പിളർ കുഴപ്പമില്ല, അമ്മ പൊയ്ക്കോളും, വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ യൂണിഫോം മുഴുവൻ ചെളിയും വരണ്ടിരിക്കുന്ന എവളുമാരെല്ലാം കൂടെ വലിച്ചെടുത്ത് എൻ്റെ കാറ് കയറ്റി എല്ലാവരും വീട്ടിലും കൊണ്ടിറക്കി ഓരോ ചായയും കുടിച്ചിട്ട് പോകും. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയവരെ ഇവരെ രക്ഷകർത്താക്കളുടെ ടീച്ചർമാരുടെ മക്കളുണ്ടായിരുന്നു അതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ടീച്ചർമാരുടെ മക്കളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കണ്ട. നമുക്കൊരു വള്ളംകളി നടത്തുന്നു എന്ന് വിചാരിച്ചൊന്നും യാതൊരു ഇതും വേണ്ട, മനസ്സിലായില്ലേ? അത് ആരെന്ത് പറഞ്ഞാലും അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് അറിവല്ല കൊടുക്കേണ്ടത്, നെറിവും കൊടുക്കുക, തിരിച്ചറിവും കൊടുക്കുക. അറിവ് കിട്ടും. എന്താണ്ട് ഈ സാധനം നോക്കിയോളൂ, ഈ സാധനം നമ്മൾ 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താൽ പോലും ഇതിൻ്റെ കടുവും കറിവേപ്പിലയും സഹിതം അതെടുത്ത് തരും നമുക്ക്. അതിനറിയാം, മനസ്സിലായില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കെ തന്നെ പിന്നെ നമ്മൾ ഡിജിറ്റൽ ബേബീസാണ് അതെല്ലാം. കാരണം ഡിജിറ്റൽ യുഗത്തിൽ പിറന്നതാണ്. അവർ തന്നെ ഇങ്ങനെ പെറ്റമ്മേരെ വയറ്റിൽ നിന്ന് ഇറങ്ങി വരും, അവർ തന്നെ പൊക്കിൾ കൊടിയെ കണ്ടിച്ചിട്ട് അവരിതെല്ലാം മൊബൈലിൽ കൂടെ നേരത്തെ കണ്ടുവച്ചിരിക്കുകയാണ്. ഡോക്ടർ കണ്ടിക്കണ്ട, ആ കത്രിയ വാങ്ങിച്ച് ടക്കൻ അവർ തന്നെ കട്ട് ചെയ്ത് ഇറങ്ങി പോകുന്ന ടീംസാണ്. അവർക്ക് ഇതെല്ലാം അറിയാം, A to Z കാര്യങ്ങൾ ഇതിലറിയാം. ഞാൻ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെയാണ് കൊണ്ടുപോകുന്നത്. അവന്മാർ ഇതിനകത്ത് അച്ഛനും അമ്മയൊക്കെ വെച്ച് തരും. മൊബൈൽ ഫോണിൽ അച്ഛനും അമ്മയുണ്ടോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രിഡ്ജ് വരെ ഫിറ്റ് ചെയ്ത് തരും, അവർ പറഞ്ഞു തരും. കാരണം അവന്മാർക്ക് അറിവുണ്ട്. പക്ഷേ ഇല്ലാത്തത് നെറിവും തിരിച്ചറിവുമാണ്. ആ നെറിവും തിരിച്ചറിവും ഉണ്ടാക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അതെങ്ങനെ ഉണ്ടാവുന്നു? അത് ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ ഉണ്ടാവും. നിങ്ങൾ കുറേ പേരെ ഇങ്ങനെ പിടിച്ചിരുത്തി ഇതിൻ്റെ മൂട്ടിയിരുത്തി വട്ടം കൊടുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ ചിലപ്പോൾ ഹി വിൽ ബി എ ഡോക്ടർ, ബട്ട് ഹി വിൽ നെവർ ബി എ ഗുഡ് ഡോക്ടർ. മനസ്സിലായില്ലേ? അവർ ഡോക്ടർ ആയിരിക്കാം, പക്ഷെ ആരാവില്ല, നല്ല ഡോക്ടർ ആവില്ല. അവർ ടീച്ചറാകാം, നല്ല ടീച്ചർ ആവില്ല. അവനൊരു നല്ല എഞ്ചിനീയർ ആവാം, 3ൻ്റെ അന്ന് നർമ്മദാ പാലം പൊളിഞ്ഞതുപോലെ പൊളിയും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ബേസിക്കലി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞാണ് കറക്റ്റ്. നിങ്ങൾ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നിങ്ങളിൽ എന്ത് അവശേഷിക്കുന്നുവോ അത് വിദ്യ. ബാക്കിയെല്ലാം നിങ്ങൾ നടത്തിയ അഭ്യാസമാണ്, വിദ്യ ആവില്ലത്. അപ്പം നിങ്ങൾക്ക് നെറിവുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവിടെയാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറയാൻ. അത് ഇതുപോലെയാണ്. എന്താ, കളികളിലൂടെയും ചിരികളിലൂടെയും പുരോഗമിക്കേണ്ടതാണ് വിദ്യാഭ്യാസം. മനസ്സിലായില്ലേ? ഹോമോ ലഡൻ എന്നാണ് മനുഷ്യനെ അറിയപ്പെടുന്നത്. ഡച്ച് പഠനമാണ്, ഗൂഗിൾ ചെയ്ത് നോക്കിയോ. ഹോമോ ലഡൻ, കളിമ്പമുള്ള മനുഷ്യൻ, കളിപ്രായമായ മനുഷ്യൻ, കളി ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, കളിയുടെയും ചിരിയിലൂടെയും പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അങ്ങനെ വേണം പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളായിട്ട് തന്നെ ഇത് ആദ്യം പൊളിക്കുന്നത് ടീച്ചർമാരാണ്. ഇതെല്ലാം ഈ പദ്ധതി ആദ്യം പൊളിക്കുന്നത് നമ്മൾ ടീച്ചർമാരാണ്. നോക്കൂ, മാഡം വീട് വയ്ക്കുകയാണ്. വീട് വയ്ക്കുന്നു. ഒരു എഞ്ചിനീയറെ നമ്മൾ പ്ലാന് എല്ലാം റെഡിയാക്കി. അതിന് പണിയാനൊരു മേശിരിയെ കൊട്ടേഷനും ഏൽപ്പിച്ചു. അപ്പോൾ എഞ്ചിനീയർ പറയുന്ന വാതിൽ വയ്ക്കാൻ പറയുന്നിടത്ത് മേശിരി പറയുകയാണ് എനിക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാഡം എഞ്ചിനീയറെ മാറ്റുമോ മേശിരിയെ മാറ്റുമോ? മേശിരിയെ മാറ്റും. നമ്മൾ മേശിരിമാരാണ്. സർക്കാർ ഇവിടെ വയ്യടാ എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്ക്കണം. അതാണ് നമ്മളെ കടമ. അതിന് പകരം ഇത് വാതിലും ഇല്ല, എല്ലാം മൊത്തം കെട്ടിടവും പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ വെരി നൈസ്, ഞങ്ങൾ വിജയിച്ചു, ആഹാ സന്തോഷമായി എന്ന് പറഞ്ഞ് പോകുന്ന ടീംസാണ് നമ്മൾ ടീച്ചേഴ്സ്. അതല്ല, നിങ്ങൾ പഠിച്ച പാഠപുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം മടക്കി വച്ചിട്ട് അതെല്ലാം അവിടെ മടക്കി വെച്ചു. നിങ്ങൾ പഠിക്കുമ്പോഴത്തെ നമ്മൾ പഠിച്ചിട്ടില്ല ജീൻ പിയാഷെ, വിഗോട്സ്കി, മറ്റത് മറിച്ചത്, ഇതൊന്നും നമുക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് എടുക്കാൻ പറ്റത്തില്ല. വിഗോട്സ്കിയെയും പിയാഷെയും എല്ലാം നമ്മൾ കാലുടച്ച് അടിച്ചങ്ങ് മാറ്റിയിട്ട് വേണം നമ്മളിവിടെ നമ്മുടേതായ ഒരു ബോധന തന്ത്രം, ബോധന രീതി ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്.
അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കുക. ഇത് നോക്കിയോളൂ, ഇത് ചില ടിപ്സ് മാത്രമാണ്. ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓതൻറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേയേറെ അറിവുകൾ എന്ത് ചെയ്യും കിട്ടും. നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് കുറേ ടിപ്സ് കിട്ടും. അതെല്ലാം നമ്മൾ പതിയെ പതിയെ നടപ്പിലാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് എല്ലാം കൂടെ ഒറ്റ അടിക്ക് കുത്തിക്കയറ്റി കൊടുത്താൽ അവരെ ഇല്ലാമാക്കണ്ട. പതിയെ 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 കൊടുക്കുക. അത് അവർ ഉൾക്കൊണ്ടുകൊള്ളും. കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ നമ്മൾ കൊടുക്കുന്നതെല്ലാം അതേപടി സ്വീകരിക്കാൻ കെൽപ്പുള്ളവരാണ്. നമ്മൾ വിചാരിക്കുന്ന പിള്ളേരല്ല. നമ്മളെക്കാളും ഭയങ്കര സ്മാർട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന പിള്ളേർ. നമ്മൾ 2025 നിൽക്കുകയാണെങ്കിൽ അവർ 2050 നിൽക്കുകയാണ്. എൻ്റെ ഇളയ മോള് പറയും, എന്താണ് ഈ മക്കളെ, എന്താണ് മൊബൈൽ, അമ്മേരെ മൊബൈൽ എന്താണ്? കെ ഡ്രാമ. അവിടെ എന്തോന്ന് കെ ഡ്രാമ. പിന്നീട് പെണ്ണും പിള്ളേന്ന് പറഞ്ഞത് കൊറിയൻ ഡ്രാമ അതാണെന്ന്. മനസ്സിലായില്ലേ? അവരതൊക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ അടുത്ത് ചോദിക്കുകയാണ് 10 കെ ഡ്രാമയുടെ പേര് പറഞ്ഞ സ്ക്വിഡ് ഗെയിമിൻ്റെ 3ാം സീസൺ നിങ്ങൾ കണ്ടോടാന്ന് ചോദിച്ചാൽ അവർ എപ്പോഴേ കണ്ടു കാണും. അവർ നമ്മൾക്ക് അപ്പോഴും അറിഞ്ഞുകൂടാ സ്ക്വിഡ് ഗെയിം അതെന്ത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഫാസ്റ്റാണ് അവർ, അത്രമാത്രം ഫാസ്റ്റാണ് അവർ. അവരെ കൂടെ എത്തണമെങ്കിൽ നമ്മളും കുറച്ച് പിടിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ കട്ട ചെയ്യണം, വിട്ടുകൊടുക്കരുത്. ഒരു കാരണം വെച്ചാലും തോറ്റെന്ന് വിചാരിച്ചാലും അത് നമ്മളറിഞ്ഞാൽ നമ്മൾ തോറ്റെന്ന് ചങ്ക് മറിച്ച് നിന്ന് ഇടി വാങ്ങിക്കണം നമ്മൾ. മനസ്സിലായില്ല? അങ്ങനെയാണ്, അതാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചർ ഇത് നടത്തൂല്ലേ, വള്ളങ്ങളെ നടത്തും, അത്രേ ഉള്ളൂ. വേണ്ട ഇത്രയും ഇതായിട്ടുള്ള ആർജവത്തോടുകൂടി ഇരിക്കണം. പിന്നെ ചെറുപ്പക്കാരികൾ അന്നല്ലെന്നല്ല, മനസ്സിലായി? എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ്. മനസ്സിലായില്ലേ? നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ആണ്. നമ്മൾ ചെറുപ്പക്കാരി തന്നെയാണ് അല്ലേ? ആണ്. എനിക്ക് 50 വയസ്സായെന്ന് ഞാൻ തിരിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോഴും 17 വയസ്സാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് 12 വയസ്സ്. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ഞങ്ങൾ ജനിച്ചിട്ടേ ഇല്ല. ഓക്കെ, അത്രയാണ്. നമ്മൾ അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരുന്നാൽ മതി. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ വയസ്സാകണമെന്ന് ഉള്ള കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴേ നമുക്ക് വയസ്സാവും. ഞാൻ തീരുമാനിക്കണം എനിക്ക് 17 ഞാൻ നിശ്ചയിച്ചാൽ എനിക്ക് 17 വയസ്സ് തന്നെയാണ്. അടിപൊളിയായിട്ട് നമ്മൾ ഒരു 17-കാരൻ്റെ കൂടെ 19-കാരി അച്ഛനല്ലേ ഞാൻ. അപ്പോൾ അവളെ കൂടെ ആടേയും പാടേയും കളിക്കുകയും എല്ലാം ചെയ്ത് അടിച്ച് പൊളിച്ച് നമ്മൾ പോകണം. അങ്ങനെയാണ്. കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ ഇത്തിരി പാട്ടും കളിയും ഡിസ്കോയൊക്കെ നടത്തണം. മനസ്സിലായില്ലേ? അയ്യോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. 21 കൊല്ലമായിട്ട് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. എണീച്ചിരിക്കാനുള്ള ആവതില്ല, ഇങ്ങനെ ഊരിപ്പോയി. ലങ് ക്യാൻസർ പേഷ്യൻ്റാണ്, ബ്രസ്റ്റ് അല്ല, ലങ് ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ്. എണീച്ച് അമ്മ പിന്നെ ഒരു നാടൻ പാട്ട് പാടി കളിച്ചാടെ വേണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാതിലെ വേണോടി കുഞ്ഞാത്തോലേ തക തക കാതിലെ വേണോടി കുഞ്ഞാത്തോലേ നിക്കന്തിനാ നിങ്ങളുടെ തള്ളയുടെ കാതിലിട്ടൊരു കാതില നിക്കന്തിനാ നിങ്ങളുടെ തള്ളയുടെ കാതിലിട്ടൊരു കാതില നിക്കല്ലോല്ലേ സിറമ്പും മുത്തുസിറമ്പും ശേലിലങ്ങണ കാതില തന്നാനേ താനാ തന തന്തിന്ന തക തക തന്നാനേ താനേ തന തന്തിന്നാനോ എന്ന് പറഞ്ഞാൽ അമ്മ പാടി കളിക്കും. അമ്മ പാടി കളിച്ചു തരും. അവരൊക്കെ 67 വയസ്സുണ്ട്. അത്ര ആർജവമുണ്ട് ആ സ്ത്രീക്ക്. മനസ്സിലായില്ലേ? അത്രയും ആർജവമുണ്ട് അവരൊക്കെ. ആ ആർജവം ആർജിക്കുക എന്നുള്ളതാണ്. മടുക്കരുത്. ഇത് മടുക്കാതിരുന്നാൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് അധ്യാപനം എന്ന് മടുക്കുന്നു. ഞാൻ അന്ന് ഇനി 7 കൊല്ലത്തെ സർവീസും കൂടെ ഉണ്ട്. ഞാൻ അന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കും. എടുത്തിട്ട് ഞാൻ ഇതുപോലെ തുള്ളൽ പാട്ട് പാടാനും നാടൻ പാട്ട് പാടാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിനടുത്തൊരു പയ്യൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ സോപാന സംഗീതം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച്. ഞാൻ പറഞ്ഞു ശരിയടാ, അമ്പലത്തിൽ പോയി കൊട്ടിപ്പാടും. പെണ്ണുമ്പിട്ട വെളിയിലാക്കിയാലും അമ്മക്ക് അമ്പലത്തിൽ കൊട്ടിപ്പാടി അവിടെ നിന്ന് കിട്ടുന്നത് തിന്നുകൊണ്ട് അങ്ങനെ ഇടക്കാം. എന്തായാലും അവൾ എന്നെ വെളിയിലാക്കും ഈ കണക്കിന് പോവേണമെങ്കിൽ. എൻ്റെ പോക്കത്ര ശരിയല്ലെന്നാണ് അവൾ പറയുന്നത്. ഓക്കെ, യെസ്, നോക്കിയോളൂ. ഇത് കാണാൻ വയ്യൽ മോനെ. സാറേ ആ ലൈറ്റ് ചെയ്യാൻ അങ്ങ് ഓഫ് ചെയ്തേ. ഇതൊക്കെ മതി. അയ്യോ, കാണാം. നോക്കിയോളൂ. ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഈ വള്ളം കളിയുടെ ഇടയിൽ അത് പോയി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗ്രാമത്തിൽ എന്തെല്ലാം കാണാൻ പറ്റും? അവിടെ എന്തുണ്ടാകും? ഗ്രാമീണരായിട്ടുള്ള മനുഷ്യരുണ്ടാകും. പിന്നെന്തുണ്ടാകും? കടകളുണ്ടാകും. പിന്നെന്തുണ്ടാകും? സ്നേഹമുണ്ടാകും. പിന്നെന്തുണ്ടാകും? പാടങ്ങൾ. പിന്നെന്തുണ്ടാകും? അതെ, പിന്നെ കന്നുകാലികൾ, പിന്നെ തെങ്ങുകളുണ്ടാവും, വാഴകളും ഉണ്ട്, കൃഷിയിടങ്ങളുണ്ടാവും, തോട് പുഴയുണ്ടാവും. ഈ തോടും പുഴയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും? കുളിക്കും നനയ്ക്കും അലക്കുകാർ ഉണ്ടാകും. മരങ്ങളും പാടകശേഖരങ്ങളും ഉണ്ടാവും. ആൾക്കാരോട് ചായക്കടകളും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ആൾക്കാർ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സ്ഥലം ഏതാണ്? അങ്ങാടി ഉണ്ടാകും. പിന്നെ ചന്തകളുണ്ടാകും. പിന്നെ പോരട്ട്
യെസ്, വട്ടം കൂടിയിരുന്ന് എന്ത് കളിക്കും? വട്ടം കൂടിയിരുന്ന് കളിക്കുന്ന കുട്ടികളുണ്ടാകും. പിന്നെ പിന്നെ ഓ അത് നമുക്ക് കാണിക്കാൻ പറ്റൂലല്ലോ നാടകത്തിൽ. അത് അശുദ്ധമായ കാറ്റ് വരുന്നു എന്നല്ലേ പറയണം മാഷേ. കള്ള് ഷാപ്പ് ഉണ്ടാകും. അതാണ് കണ്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ. അപ്പോൾ അതാ കള്ള് ഷാപ്പ് ഉണ്ടാകും, മനസ്സിലായില്ലേ. കള്ള് ഷാപ്പിൽ ഇരുന്ന് പാടാൻ പറ്റിയ വാതിലിൽ മാഷായി പറക്കും. കാതോർത്തു നീ നിന്നിലേ രണ്ടെണ്ണം അടിക്കുമ്പോൾ പിന്നെ എല്ലാ ഓർമ്മകളും ഇനി വന്ന് അല്ലേ മാഷേ, എന്നല്ലേ. അതാണ് കള്ള് ഷാപ്പ്. അങ്ങനെയാണ് കള്ള് ഷാപ്പ്. ഇതെല്ലാം നമുക്കിവിടെ ആവിഷ്കരിക്കാമായിരുന്നു. നിങ്ങളിത് സ്കൂളിൽ പോയി എന്ത് ചെയ്യണം. കുട്ടികളോട് പറയണം. ഒരു ഗ്രാമത്തിന് എന്നൊക്കെയുള്ളൂ. ഞാൻ നാടക പ്രവർത്തകനാണ്. നാടക പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ചത് നാടകത്തിൽ വന്നതിന് ശേഷമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ടാകും. നിങ്ങളുടെ ബോഡി എവിടെ ചലിപ്പിക്കണം, എവിടെ തിരിപ്പിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. ഒരു ടീച്ചറുടെ ടൂൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരു ടീച്ചറുടെ ടൂൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അയാളുടെ ശരീരം, മറ്റൊന്ന് അയാളുടെ ശാരീരം. ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം, ഇത് ശാരീരം എന്ന് വെച്ചാൽ ശബ്ദം. ഈ രണ്ട് ടൂളും മനോഹരമായി ഉപയോഗിക്കാൻ നാടകം പഠിപ്പിച്ചു തരും, മനസ്സിലായില്ലേ. അത് ഉപയോഗിക്കാം. അവരെ കൊണ്ട് ചെറിയ സ്കിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യിപ്പിക്കാം. നോക്കടാ, ഒരു ഗ്രാമീണ ഞാൻ ഒരു സ്കിറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു തരാം. നിങ്ങളത് ചെയ്യണം. റെഡിയല്ലേ? അത് ഉറച്ചു പറയൂ ടീച്ചർ. വേണ്ട, മനസ്സിലായില്ലേ. അങ്ങനെയാണോ? നമുക്ക് ഒരെണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് പറയാം. നോക്കിയോളൂ, അവിടെ ഗ്രാമജീവിതത്തിൻ്റെ സവിശേഷതകൾ. തൊഴിൽ എടുക്കുന്ന ആൾക്കാർ എന്തൊക്കെ തൊഴിൽ നോക്കിയോളൂ. ഈ അരുവിക്കര, ഇതിവിടെ അടുത്ത് തന്നെയല്ലോ, അരുവിക്കര ഗവൺമെൻറ് LPS ഗണപതി പോറ്റി മാഷ് അവിടെ പിന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി ഈ അതായത് സ്കൂൾ മതിലുകളിൽ മുഴുവൻ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ കുട്ട ചുമന്നുകൊണ്ട് പോകുന്നത്, പൂട്ടുന്നത്, ഞാറ് നടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു, മാഷേ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ, കൃഷിപ്പണിയാണോ ഉദ്ദേശം? അപ്പം പുള്ളി പറഞ്ഞതാണ് കൃഷിപ്പണി എന്നതിലുപരിയായിട്ട് മാഷേ, കുട്ടികൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അധ്വാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് അവർ മനസ്സിലാക്കും. മനസ്സിലായില്ലേ? അധ്വാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് അവർ മനസ്സിലാക്കും. നോക്കിയോളൂ, പിന്നെ നമ്മളെ മക്കൾക്ക് ഈ ചോറ്റുപാത്രത്തിൽ നിറയെ ചോറും മീനും ഒക്കെ ഇട്ട് അവരെ കൊടുത്തയക്കാറുണ്ട്. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സത്യസന്ധമായി പറയാം, ടു ബി ഫ്രാങ്ക്. നിങ്ങൾക്ക് അച്ഛനമ്മമാരെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം, വീട്ടുകാരെ പറ്റിക്കാം, ഭർത്താവിനെ പറ്റിക്കാം, മക്കളെ പറ്റിക്കാം, ആരെ വേണോ പറ്റിക്കാം. പക്ഷെ അവനവനെ പറ്റിക്കരുത്. അവനവനെ പറ്റിച്ചു കഴിഞ്ഞാൽ വലിച്ചു. മനസ്സിലായില്ലേ? ഞാൻ ടു ബി ഫ്രാങ്ക്. നിങ്ങൾ പിന്നെ എന്താണ് പറഞ്ഞോളൂ, നിങ്ങൾ കൊണ്ട് കളഞ്ഞിട്ടില്ലേ ഭക്ഷണം? കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അശ്വതി ഗോപികൃഷ്ണ, രണ്ട് കുട്ടികൾ തെലങ്കാനയിൽ അവളുമാർ നഴ്സിംഗിന് പഠിക്കുകയാണ്. ഒരു ദിവസം രാത്രി വിളിക്കുന്നത്, ഭാഷേ ഞങ്ങൾ ആഹാരം കഴിച്ചപ്പോൾ സാമ്പാറിൽ പല്ലീരെ വാല് കിടക്കണം. ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ തെലുങ്കന്മാർ പറയണ് ആ വാലെടുത്ത് കളഞ്ഞിട്ട് കഴിച്ചോടിയത്. മനസ്സിലായി? ഞാൻ പറഞ്ഞു, കൊണ്ടുപോയി വലി വലിച്ചോടും. ഞാൻ വേണമെങ്കിൽ 10 വർഷം റബ്ബർ 2 അങ്ങോട്ട് അയച്ചു തരാം. നിങ്ങൾ അവിടെ കുത്തിയിരുന്ന് വലി. കാരണം എന്താണ്, ഇവളുമാരുടെ അമ്മമാർ രാവിലെ എണീറ്റ് വച്ച് കെട്ടിക്കൊടുത്തത് പകുതി കഴിച്ചിട്ട് കൊണ്ടുപോയി തുമ്പൂർ മൂഴിയിൽ തട്ടിയിട്ട് അതിനകത്ത് ഇനോക്കുലം വാരിയിട്ടിട്ട് പോകുന്ന ടീമുകളാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നോക്കിയോളൂ, ഇത് എറിഞ്ഞ വിത്ത് ഇങ്ങനെ കറങ്ങി വായിലെത്താൻ, എറിഞ്ഞ വിത്ത് കറങ്ങി തിരിഞ്ഞ് എവിടെ എത്താൻ? വായിലെത്താൻ എത്ര മനുഷ്യരുടെ അധ്വാനമാണ് വരച്ചു വച്ചിരിക്കുന്നതെന്നുണ്ട. എത്ര മനുഷ്യരുടെ അധ്വാനമാണ്. എത്രയായിരം മനുഷ്യർ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. എത്ര പേരുടെ ആരോഗ്യമുണ്ട്, എത്ര പേരുടെ വിയർപ്പുണ്ട് അതിനകത്ത്, എത്ര പേരുടെ സഹനമുണ്ട് അതിനകത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് മനസ്സിലാക്കിയാൽ ഈ കുഞ്ഞു കൊണ്ടുപോയി കളയുമോ? ഇത് ഇല്ല, ഒരു കാരണവശാലും കളയത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ സ്കൂളിൽ ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഇയറുകാർ വന്ന് രണ്ടാമത്തെ ദിവസം ചോറ് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാ ബെഞ്ചിലും ഇരുന്ന് കഴിക്കണവന്മാരുടെ ഞാൻ കൃത്യമായും അതിനൊക്കെ ഞാൻ കമ്പൽസറിയാണ്. കുട്ടി ആഹാരം കൊണ്ടുവരണം, വെള്ളം കൊണ്ടുവരണം. കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര. കുട്ടൻ അവിടെ കംപ്ലീറ്റ് നമ്മൾ RO പ്ലാന്റ് വെച്ചിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. സ്കൂളിൽ RO പ്ലാന്റ് ഉണ്ട്. കുട്ടി കുപ്പിയിൽ വെള്ളം എടുത്ത് കുടിച്ചിരിക്കണം. രക്ഷകർത്താക്കൾ വിളിക്കും, പെൺകുട്ടികളുടെ രക്ഷകർത്താക്കൾ വിളിക്കും, മാഷേ പിന്നെ യൂറിനറി ഇൻഫെക്ഷനാണ്, എന്താണ് കാര്യം? അതുകൊണ്ട് ഞാൻ ചെവിക്കലവളൊക്കെ കൊടുത്തിട്ട് പോയി വെള്ളം എടുത്ത് കുഴി കഴിവറ മുളയിൽ നിന്ന് തന്നെ പറയും. ഒരു ദാക്ഷിണ്യമില്ലാതെ പറയും. അങ്ങനെ കൊണ്ടുപോയി ഞാൻ കുടിപ്പിക്കും, ഇരുത്തി കുടിപ്പിക്കും.
യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർക്ക് മറ്റേ നമ്മുടെ നാട്ടിൽ ചീലാന്തി എന്ന് പറയും, ചിലയിടങ്ങളിൽ പൂവരശം എന്ന് പറയും. അതിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്ന് കഴുകി നല്ലോണം കഴുകി എൻ്റെ പിന്നെ ഓഫീസ് റൂമിനകത്ത് ഇൻഡക്ഷൻ കുക്കറുണ്ട്, എനിക്ക് തേയിലുള്ളതൊക്കെ ഇട്ട് കുടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇട്ട് തിളപ്പിച്ച് ഞാൻ എവളുമാർക്ക് കുടി എന്ന് പറഞ്ഞു കൊടുക്കും. ചീലാന്തി അത് ഈ മൂത്രച്ചൂടിന് നല്ലതാണ്, എരിഞ്ഞിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കും. പീരീഡ്സ് ആയിട്ട് വരുന്നവർ ടീച്ചർമാരുടെ അടുത്ത് പറയില്ല, എന്നോട് വന്ന് പറയാറുണ്ട്, പീരീഡ്സായി വയറുവേദനയുണ്ട്, എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, നല്ല ഡാർക്ക് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കും. എനിക്ക് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ബെഡൊക്കെ ഉണ്ട്, ഈ അലമാരയുടെ പുറകെ ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തി കിടന്നു, മക്കൾ കിടന്നു. എന്നിട്ട് വീട്ടിൽ പോയി രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൂടെ പറഞ്ഞയക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതിൽ കമ്പൽസറി, അത് വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുത്തു വയ്ക്കും. ആരാണ് ഭക്ഷണം തറയിലിട്ട് ചവിട്ടിയിരിക്കുന്നത്? ഭക്ഷണം തറയിലിട്ട് ചവിട്ടാൻ പാടില്ല. അത് കാര്യമായിട്ട് തന്നെ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ കട്ടയ്ക്ക് അവരുടെ കൂടെ നിൽക്കണം. പക്ഷേ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണം. വെള്ളം കുട്ടികളെ കൊണ്ട് നന്നായിട്ട് കുടിപ്പിക്കണം. അതുപോലെ തന്നെ തിരിച്ച് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലും യവന്മാരും ഉള്ളമാരും എല്ലാവരും കൂടെ വരും, ഇയാളെ സമയത്തിന് ഗുളിക കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, അന്ന് എന്നെ തൊട്ട് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ മക്കൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവർ എന്നെ അടുത്ത് പെരുമാറും. നമ്മൾ തിരിച്ചും അങ്ങനെ പെരുമാറിയാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു തല്ലവന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷകർത്താവ് ചോദിക്കാൻ വരുമോ? ഇല്ല, വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും തിരിച്ച് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വച്ചേക്കുക. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രാൻസാക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും ആലോചിക്കുക. അടുത്ത പോട്ട് മാഷേ നോക്കിയോളൂ. നാടിനെക്കുറിച്ച് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുക. എവിടെയാണ് നിൻ്റെ നാട്? മനസ്സിലായില്ലേ? പറയും, നാടിനെക്കുറിച്ച് പറയും. എൻ്റെ വീട് കണ്ണൂരാണ്. എന്തുകൊണ്ടാണ് കണ്ണൂർ ആ പേര് വരാൻ കാരണം? കണ്ണൻ്റെ ഊരാണോ? ആണോ? അത് തന്നെയാണോ അതിൻ്റെ കറക്റ്റ് എറ്റിമോളജി? അത് വെറുതെ പറയുന്നതാണോ? അല്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പനവൂര്, മടവൂര്, മഠങ്ങളുടെ ഊര്, അത് ഇവിടെയല്ലേ നമ്മുടെ കിളിമാനൂർ അപ്പുറത്ത് മടവൂര്. ടീച്ചറിൻ്റെ വീട് എവിടെയാണ്? മടവൂരാണ്. ശരി ഉണ്ട്. അത് ശരി. ഓക്കെ, വെരി ഗുഡ്. ആറ്റിങ്ങൽ. ഓക്കെ, ആറ്റിങ്ങൽ. നമ്മൾ ആറ്റിങ്ങലാണ്. ഞാൻ വെഞ്ഞാറോടുകാരനാണ്. എൻ്റെ കുടുംബം ആറ്റിങ്ങൽ. എൻ്റെ വീട് കോരാണി എന്നുള്ള സ്ഥലമാണ്. കോരാണി. ഏതാണ്? കിളിമാനൂർ. ഹരനപുരം. ഓക്കെ, വെരി ഗുഡ്. എറ്റിമോളജി കളമച്ചൽ കേട്ടിട്ടില്ലേ? നമ്മുടെ വാമനപുരം കളമച്ചൽ. വാമനപുരത്ത് നിന്ന് ആറ്റിങ്ങലേക്ക് പോകുന്ന റൂട്ടാണ് കളമച്ചൽ. ആ കളമച്ചലിന് നിരുക്തി പലരും പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ട്, കളമച്ച. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. കളമം എന്ന് പറഞ്ഞാൽ സംഘകാല കൃതികളിൽ കളമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടം എന്നാണ് അർത്ഥം. കളമം കൃഷിയിടം. കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ചാല്, കളമം ചാൽ, വരുവൻ ചാൽ, മനസ്സിലായി, ആനച്ചാൽ, ഈ പേരുകളെല്ലാം വന്നത് അങ്ങനെയാണ്. എൻ്റെ സ്ഥലം, എൻ്റെ പ്രോപ്പർ കുടുംബ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങലിനടുത്തുള്ള കോരാണി എന്നുള്ള സ്ഥലമാണ്. ഹിന്ദി പാട്ടിൽ പോലും കോരാണിയെക്കുറിച്ച് പരാമർശമുണ്ട്. ഹിന്ദി പാട്ടിൽ എൻ്റെ നാടിനെ കുറിച്ച് പരാമർശമുണ്ട്. രാജാ കോരാണി സേ പ്യാർ ഹോ ഗയ. അങ്ങനെ ഹിന്ദി പാട്ടിൽ വരെ രാജാ കോരാണി സേ പ്യാർ ഹോ ഗയ എന്ന് പറയുന്ന ആ സ്ഥലം വന്നിട്ടുണ്ട്. ഭയങ്കര പ്രശസ്തമായ സ്ഥലമാണ്. അപ്പോൾ ആയിക്കോളൂ. ഓക്കെ, വെരി ഗുഡ്. പേരെന്താണ് മക്കളെ? ഒരു നല്ല കൈയടി കൊടുത്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലേ. അടിക്കടോ വയ്യ, അയ്യോ വയ്യ. മനസ്സിലായില്ലേ? ടീച്ചർ നമ്മൾ ഒരു കാര്യം ചോദിച്ചു, ടീച്ചർ ഒരു പൂക്കാലം തന്നു. ടീച്ചറിന് ഒരു കൈയടി കൊടുക്കൂ നല്ല ഭംഗിയായിട്ട്. മനസ്സിലായി? നോക്കിയോളൂ. പാട്ടുകളും ചലച്ചിത്ര ഗാനങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിനെ കുറിച്ച് പാടിക്കോ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. അടുത്തേതാണ്? നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി ഉളകം പോൽക്കും നിൻപുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പിറകിൽ അല്ലേ
പുറകിലായി വന്നു നിന്നെത്തി നോക്കി കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമൻ കേരളം. അല്ലേ? എന്ത് രസകരമായ പാട്ടുകളാണ് കേരളത്തെക്കുറിച്ച്. ഇതൊക്കെ നമുക്ക് പാടാൻ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. മക്കളെ കേൾക്കൂ, മക്കളെ കേൾക്കൂ, കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേൾപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സവിശേഷതകളൊക്കെ എടുത്തു നോക്കാനും സാധിക്കും. വടിക്കല്യാണം എന്ന് പറയുന്നത് അറിയാമല്ലോ, എന്താണ് അതിൻ്റെ കഥയെന്നറിയാമല്ലോ. അതിൽ ഒരു മുതലാളി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അതിനകത്ത് ചില ദ്വന്ദ്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മുതലാളി എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ കൊണ്ടുപോയി എന്ത് വയ്ക്കും? ഒരു വടിയും വയ്ക്കും, ഒരു കവറും വയ്ക്കും. മനസ്സിലായില്ലേ? അവസാനം മുതലാളിയുടെ മകളുടെ കല്യാണമായി അല്ലേ? അതിൽ ഈ പിന്നെ പാല് കാച്ച്, വീട് പാല് കാച്ച്, അതുപോലെ മറ്റ് ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കായംകുളം, ഞാൻ വർക്ക് ചെയ്യുന്ന കായംകുളം സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പാല് കാച്ചൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് കൊണ്ട് കൊടുക്കുന്നത്. അവിടങ്ങളിലൊക്കെ ഒരാൾ 1000 രൂപ കൊടുത്താൽ 1100 തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് വരിക്കാൻ കിടക്കണ വല്യുപ്പായ സുന്നത്ത് കല്യാണം വരെ അവർ നടത്തിക്കളയും. മനസ്സിലായില്ലേ? എന്തിന് പൈസ അത് പിരിക്കും, എന്നിട്ട് പൈസ പിരിക്കും. അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞതാണ്, സാറേ ഇവിടെ ഉള്ളവർ ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? ഓ ആ എന്നാ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ്. പക്ഷേ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും കായംകുളം ഭാഗങ്ങളിലെല്ലാം ഇതുപോലുള്ള പരിപാടികൾ ഉണ്ട്. മനസ്സിലായില്ലേ? പൈസ പിരിയും, അവർ എഴുതാൻ വേണ്ടിയിട്ട് ആളിരിക്കും, നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ തിരിച്ച് തന്നില്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കും, എന്താ നീ കൊണ്ടുപോയി തരാത്ത, ഞാൻ വീട് കാലി വെച്ചോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, അങ്ങനെ പോയി ചോദിക്കും. മനസ്സിലായില്ലേ? വടക്കൻ ജില്ലകളിലേക്ക് ആകുമ്പോഴത്തേക്ക് അതൊക്കെ വളരെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീധനമൊന്നും അവിടെ എന്ത് ചെയ്യാറില്ല, അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ക്വാളിറ്റീസ് അതിനകത്ത് ഉണ്ട്. അതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാവപ്പെട്ടവൻ പണക്കാരൻ, അതൊരു ദ്വന്ദ്വമാണ്. അതുപോലെ മുതലാളി തൊഴിലാളി, ഉയർന്ന ജാതി താഴ്ന്ന ജാതി, ഇങ്ങനെ ഇതിലേത് കാരണമായിരിക്കാം ഈ മുതലാളി മറ്റുള്ളവരുടെ വീട്ടിൽ പോകാതിരിക്കുന്നതെന്നാണ്. നമ്മുടെ ഇവിടെയും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ. ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാരന്മാരവിടെ പോവാറില്ല. തിരുവനന്തപുരത്തും അങ്ങനെയുള്ള വേട്ടാവളിയന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മൾ മറ്റേ കെവിൻ്റെ അമ്മ ചോദിച്ച ചോദ്യം ചോദിക്കേണ്ടത്. ദുരഭിമാന കൊല നടന്നില്ലേ കെവിൻ? ആ കെവിൻ്റെ അമ്മ ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങൾ വായിക്കുന്ന ബൈബിൾ തന്നെയല്ലേ അവരും വായിക്കുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? അതിലൊരു വ്യത്യാസമില്ല. നമ്മൾ വിളിക്കുന്ന യേശുവിനെ തന്നെയാണ് അവരും വിളിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ജാതീയമായ വേർതിരിവുകൾ എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ കണ്യാർ കളി എന്ന് പറയുന്ന, പാലക്കാട് ജില്ലക്കാരുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. പാലക്കാട് ജില്ലയിലെ കണ്യാർ കളി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന ഒരു ജാതീയതയെ സൂചിപ്പിക്കുന്ന ഒരു പിന്നെ ഒരു പാട്ടാണ് ഈ പാട്ട്. കൂടാനും തമ്പുരാനും ഭേദമെന്താണ്, കൂടാനും തമ്പുരാനും ഭേദമെന്താണ്, നത്താതെ ലേലല്ലേ ലല്ലലേ ലല്ലാ പോലാലേ ലേലല്ലേ ലല്ലലേ ലല്ലാ പോലാലേ. ചാന്തുമണിഞ്ഞിട്ടീതാ തമ്പുരാൻ പോണ്, ചേറുമണിഞ്ഞിട്ടീതാ കൂടാനും പോണ്, തത്താതെ ചാന്തുമണിഞ്ഞിട്ടീതാ തമ്പുരാൻ പോണ്, ചേറുമണിഞ്ഞിട്ടീതാ കൂടാനും പോണ്, തത്താതെ ലേലല്ലേ ലല്ലലേ ലല്ലാ പോലാലേ ലേലല്ലേ ലല്ലലേ ലല്ലാ പോലാലേ. തത്താതെ വിട്ടുവേലി കെട്ടിട്ടീതാ തമ്പുരാൻ പോണ്, പുറവേലി കെട്ടിട്ടീതാ കൂടാനും പോണ്, തത്താതെ വിട്ടുവേലി കെട്ടിട്ടീതാ തമ്പുരാൻ പോണ്, പുറവേലി കെട്ടിട്ടീതാ കൂടാനും പോണ്, തത്താതെ ലേലല്ലേ
ലല്ലലേ ലല്ലാ പോലാലേ ലേ ലല്ലേ ലല്ലലേ ലല്ലാ പോലാലേ തത്താതൈ. നോക്കിയോളൂ എന്തെല്ലാം കാര്യങ്ങളാണ്. കൂടാനും തമ്പുരാൻ. കൂടാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയാണ്. ആ കൂടാനും തമ്പുരാനും ഭേദമെന്താണ്? ഒരു വ്യത്യാസമല്ല അവർ തമ്മിൽ, മനസ്സിലായില്ലേ? ചാന്തും അണിഞ്ഞിട്ട്, ചന്ദനം അണിഞ്ഞിട്ട് തമ്പുരാൻ പോണ്, ചേറും അണിഞ്ഞിട്ട് ആര് പോണ്? കൂടാൻ പോണ്. വീട്ടുവേലി കെട്ടിയിട്ട് തമ്പുരാൻ പോകുന്നു, പുറവേലി കെട്ടിയിട്ട് ആര് പോകുന്നു? കൂടാൻ പോകുന്നു. എന്തെങ്കിലും ഭേദമുണ്ടോ? എന്തെങ്കിലും ഭേദമുണ്ടോ? ജാതീയതയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യനെ വേർതിരിച്ച് നിർത്തിയിട്ട് കാര്യമുണ്ടോ? ആ കാര്യങ്ങൾ ഈ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും? ചർച്ച ചെയ്ത് നോക്കാൻ പറ്റും. കുട്ടികളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ജാതീയതയും മതാന്ധതയും ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ ഇവിടെ ദേശം വിട്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പല കോളേജുകളിലും ബേസിക് കോഴ്സ് പഠിക്കാനൊന്നും ആരുമില്ല. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒന്നും പഠിക്കാൻ ആളില്ല. കാരണം കൊച്ചുങ്ങളെല്ലാം ഇപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ച 6-8 കുട്ടികൾ ഇപ്പോൾ ലണ്ടനിലും കാനഡയിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ എല്ലാം റെഡിയായി IELTS ഒക്കെ പാസ്സായി അവർ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? അവരൊക്കെ കുറേ കൂടി സ്വാതന്ത്ര്യത്വം, മതബന്ധങ്ങളില്ല, ജാതി ബന്ധങ്ങളില്ല, മറ്റ് കെട്ടുപാടുകളില്ലാതെ അവരൊക്കെ ജീവിക്കാൻ പറ്റും ആ രാജ്യങ്ങളിൽ. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ മൂല്യങ്ങൾ പഠിക്കണ്ടേ? മൂല്യങ്ങൾ ആരാ പഠിപ്പിക്കുന്നത്? മൂല്യങ്ങൾ പഠിക്കുകയെന്നല്ല, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നോക്കി നടത്തി വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ടു വളരുന്ന മക്കളും അതുപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ കുട്ടികളെ വീട്ടിൽ അതിന് പ്രാർത്ഥിക്കാൻ പഠിക്കുക, സൺഡേ ക്ലാസ്സിൽ പോയാൽ മദ്രസയെ കൊണ്ടിരുത്തുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് വീട്ടിൽ നിന്ന് നമ്മൾ പകർന്നു കൊടുത്താൽ മതി. മക്കളെ, ആ നിൽക്കുന്ന ആളുടെ സിരകളിലൂടെ ഓടുന്നതും നിൻ്റെ സിരകളിലൂടെ ഓടുന്നതിൻ്റെയും ചോരയുടെ നിറം ഒന്ന് തന്നെയാണ്. അല്ലാതെ മുസ്ലിമിൻ്റേത് പച്ചയും ക്രിസ്ത്യൻ്റേത് വെള്ളയും ഹിന്ദുവിൻ്റേത് കാവ്യൊന്നും അല്ല. മനസ്സിലായില്ലേ? ആര് മുറിച്ചാലും അത് തന്നെയാണ് മക്കളെ വരുന്നതെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുക. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല. അങ്ങനെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് ക്ലാസ് മുറികളിലും നമുക്ക് പ്രാവർത്തികമാക്കാം. ക്ലാസ് മുറികളിലും അത് നടക്കണം. ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് നടക്കേണ്ടത്? അവിടെയാണോ നമ്മൾ വിവേചനപരമായി പെരുമാറേണ്ടത്? അല്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. നോക്കിയോളൂ, ഇതിൻ്റെ നാടകീകരണം നമുക്ക് നടത്താം. ഒരു കവലയിൽ വച്ച് മുതലാളി വീട്ട് പാല് കാച്ച് നടന്ന ഒരാളിരിക്കുന്നുണ്ട്, വർക്കിച്ചൻ. മനസ്സിലായില്ലേ? അതുപോലെ മകളുടെ കല്യാണം നടന്ന ഒരു നിക്കാഹ് നടന്ന ഇരിപ്പുണ്ട് മുഹമ്മദ്. മനസ്സിലായില്ലേ? അതുപോലെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടന്ന് ഇരിപ്പുണ്ട് സൈനുത്താത്ത. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറച്ച് പേരും കുറേ നാട്ടുകാരും കൂടെ ചേർന്ന് നിന്ന് മുതലാളിക്ക് പറ്റിയ അക്കിടിയെക്കുറിച്ച് ഒരു സംഭാഷണം, ഒരു ചെറിയ നാടകീകരണം നടത്തി വെക്കാം. ആരൊക്കെ വരും?
ശരി കേട്ടോ. എല്ലാരും കൂട്ടണേ. എല്ലാരും അപ്പുറത്തെ വീട്ടിലെ ദാസനോട് പറഞ്ഞിട്ടുണ്ടോ? അവനും ഉണ്ടാവും. അവനും കൂടെ വരണേ. നോക്കാം. ഇപ്പുറത്തെ വീട്ടിലെ കല്യാണിച്ചിയും ഓറെ നീ പോയിക്കോ, ഞാൻ നോക്കാറില്ലേ. ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള നാടകാവിഷ്കാരങ്ങളും സ്കിറ്റുകളുമായിട്ടൊക്കെ തയ്യാറാക്കി അവതരിപ്പിക്കുക. മാഷേ മാറ്റിക്കൊള്ളണം. വെരി ഗുഡ് കേട്ടോ. നല്ലതായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, രസകരമായിരുന്നു. നോക്കിയോളൂ, അധ്വാനത്തിൻ്റെ മഹത്വം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അതിനകത്ത് ആ പാഠഭാഗത്തിനകത്ത് തന്നിട്ടുണ്ട്. ആ ചിത്രം നോക്കിയാൽ മതി. അതിനകത്ത് എന്തൊക്കെ കാണാം? കായികാധ്വാനം ആവശ്യപ്പെടുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഒരു സംവാദം നടത്താം നമുക്ക് കുട്ടികളുടെ അടുത്ത്. മനസ്സിലായില്ലേ? ആ പാഠഭാഗത്തുണ്ട്. നമ്മുടെ സൂര്യകാന്തി എന്ന് പറയുന്ന ആ ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള വളരെ രസകരമായ ഒരു ഭാഗമുണ്ട്. വടിക്കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം. കത്ത് തയ്യാറാക്കിയതൊക്കെ നമുക്ക് നോക്കാം. അത് നോക്കിയോളൂ, കുറച്ച് ചിത്രങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്തിനെ കുറിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ? തേക്കൊട്ട ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, പശുവിനെ കറക്കുന്നവരുണ്ട്, കൃഷിപ്പണിക്ക് പോകുന്നവരുണ്ട്, കന്നുകൂട്ടിന് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അധ്വാനത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്നവയാണിതെല്ലാം. മനസ്സിലായില്ലേ? നമ്മൾ ഔവയാർ പറഞ്ഞ തിരുവള്ളുവർ പറഞ്ഞൊരു വാചകമാണ്, ഉഴുത് ഉണ്ണുന്നവനെ തൊഴുത് ഉണ്ണണം എന്നാണ്. ഉഴുത് ഉണ്ണുന്നവനെ നമ്മൾ എന്ത് ചെയ്യണം? തൊഴുതുണ്ണണം. കാരണം അവൻ അവിടെ കിടന്ന് പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ എന്താണ് വയറ് നിറച്ച് തിന്നാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം അതുകൊണ്ട് നോക്കിയോളൂ, പുള്ളി പറഞ്ഞതനുസരിച്ച് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വേദിയിൽ വന്നാൽ പോലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ട കാര്യം ഇല്ല. കാരണം നമ്മളെ വോട്ട് കൊണ്ട് ഇതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ പോലും കുട്ടികൾ എഴുന്നേക്ക് നിന്ന് നമ്മളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ എഴുന്നേൽപ്പിക്കാറില്ല. ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് എന്നെ എഴുന്നേറ്റ് ബഹുമാനിക്കണമെന്ന് ഞാൻ അവരോട് പറയാറില്ല. എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കാൻ പറയും. അതിൻ്റെ ആവശ്യമില്ല. അത് ജനാധിപത്യ മര്യാദയല്ല. അതൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അവർ 47 ഇവിടെ നിന്ന് പോയി. ആയത്തോളെ മുതിർന്നവരെ ബഹുമാനിക്കേണ്ടുന്നത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല, അത് ഉള്ളിൽ നിന്ന് വരേണ്ട സാധനമാണ്. അച്ചടക്കം എന്ന് പറയുന്നത് എനിക്ക് സ്വയം തോന്നി ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? എനിക്ക് സ്വയം തോന്നി ചെയ്യേണ്ടുന്ന കാര്യമാണ് അച്ചടക്കം. നോക്കിയോളൂ, ഒരു മുട്ട വിരിയുന്നത് നിങ്ങൾ ചിറ്റുകല്ലെടുത്ത് അടിച്ചല്ല വിരിയിക്കുന്നത്. മുട്ട വിരിയുന്നത് ചിറ്റുകല്ലെടുത്ത് അതിൻ്റെ മീതെ അടിച്ചിട്ടല്ല മുട്ട വിരിയിക്കുന്നത്. മുട്ട വിരിയുന്നത് അതിൻ്റെ ഇന്നേറ്റായിട്ടുള്ള അതിനകത്ത് നിന്നുള്ള പ്രഷർ കൊണ്ടാണ്. അതുപോലെ ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടതും കുട്ടിക്ക് അതിൻ്റെ ഇന്നേറ്റാണത്. എനിക്ക് ഇവിടെ ഇങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടതെന്നുള്ള ബോധ്യം അത് എവിടെ നിന്ന് വരണം? അത് ക്ലാസ് റൂമിൽ നിന്നല്ല വരേണ്ടത്, അത് കുടുംബത്തിൽ നിന്നേ വരേണ്ട സാധനമാണ്. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? കുടുംബത്തിൽ നിന്നേ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കോഴ്സാണ്. വിദേശ രാജ്യങ്ങളിൽ കുട്ടിയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്. ഫ്രാൻസിൽ എൻ്റെ സുഹൃത്തുണ്ട്, വീരകരികാലനും അവൻ്റെ ഭാര്യ ജസീക്കയും ഉണ്ട്.
മകള് സെലസ്റ്റീനയും കൊണ്ട് അവരെൻ്റെ വീട്ടിൽ ഒരു മാസത്തോളം വന്ന് താമസിക്കും എല്ലാ വെക്കേഷനിലും. ഞങ്ങൾ കറങ്ങാൻ പോകും, കാര്യങ്ങളെല്ലാം പോകും. നോക്കിയോളൂ, കൊച്ചിനെ എല്ലാ ദിവസവും ഗവൺമെൻറ്റിനെ കാണിക്കണം, അധികാരികളെ കാണിക്കണം. കാരണം കൊച്ച് ഫ്രഞ്ച് പൗരത്വമുള്ളവളാണ്. കുഞ്ഞിന് 500 യൂറോ വെച്ച് മാസം സർക്കാർ പിന്നെ നോട്ടക്കൂലി കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് കൊടുക്കുന്ന പെൻഷനുണ്ട്, കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് 500 യൂറോ വെച്ച്. കുട്ടിയുടെ കയ്യിനോ കാലിനോ മുറിവ് പറ്റിയാൽ, കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാൽ അച്ഛനും അമ്മയും അകത്ത് പോകും, അച്ഛനും അമ്മയും അകത്ത് പോകും. അതുകൊണ്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും ചെറിയ ഉമ്മപ്പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവർ ഇരിക്കപ്പുറത്തില്ലാതെ, ജസിക്കയ്ക്ക് ഫ്രഞ്ച് അറിയാം, വീരകല്യാണിൽ ഇംഗ്ലീഷും അറിയാം, തമിഴും അറിയാം. പിന്നെ അവൻ പോണ്ടിച്ചേരിക്കാരനായതുകൊണ്ട് ഫ്രാൻസിൽ പോയി വിവാഹം കഴിച്ചാണ്. പോണ്ടിച്ചേരി എന്ന് പറയുന്നത്, മാഹി മയഴി പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നതുകൊണ്ട് അവരൊക്കെ അവിടെ പോകാനുള്ള അവകാശവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവൻ അവിടെ പോയി കല്യാണം കഴിച്ച് അവിടെ വക്കീലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ ഒരു വർഷത്തിലൊരിക്കൽ ലീവിന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ നോക്കിയോളാം, അങ്ങനെ കുഞ്ഞിനെ ആ രീതിയിലാണ് അവർ കുടുംബത്തിൽ നിന്നേ വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മളാണെങ്കിൽ എന്തെല്ലാം കെട്ടുപാടുകൾക്കകത്തിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നോക്കിയോളൂ, അച്ചടക്കം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് അടിച്ചമർത്തിക്കൊണ്ടല്ല, സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുമാണ്. സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. കണ്ണൻ വി നായർ എന്ന് പറഞ്ഞിട്ട് SMV സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൻ്റെ ജനാല അടിച്ചു പൊട്ടിക്കുന്നു, മാവിന് കല്ലെറിയുന്നു. പിന്നെ HM ആയിരുന്ന ശൈലജാബായി ടീച്ചർ, HM ഇൻചാർജ് ആയിരുന്ന ശൈലജാബായി ടീച്ചർ അവനെ പിടിച്ചുകൊണ്ട് വരുന്നു. അവൻ ശൈലജാബായി ടീച്ചറിനെ കൊങ്ങയ്ക്കൂത്തി എടുത്ത് ചെവരി തേച്ച് വയ്ക്കുന്നു. വേണ്ട ബഹളമാകുന്നു. ഫുൾ D+ കൂടി അവൻ പാസ്സാകുന്നു. SMV സ്കൂളിൽ 16ാമത്തെ ബാച്ചിൽ ഹ്യൂമാനിറ്റീസ് കാരനായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് പെടുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, കണ്ണാ മോനെ, സ്നേഹപൂർവ്വം വിളിച്ചു, മോനെ, നിനക്ക് നാഷണൽ സർവീസ് സ്കീമിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടോടാ? അവൻ പറഞ്ഞു, ഉണ്ട്. നീ നാഷണൽ സർവീസ് സ്കീമിലേക്ക് വരൂ. അങ്ങനെ ഞാൻ അവനെ നാഷണൽ സർവീസ് സ്കീമിലേക്ക് പിടിച്ചിട്ടിട്ട് അവനെ അതിൻ്റെ ലീഡറാക്കി കൊടുത്തു. നോക്കിയോളൂ, അവനൊരു ലീഡർഷിപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഫുൾ D+ വാങ്ങിച്ച് അവന് വളരണമെന്ന് ആഗ്രഹം തോന്നി. അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾ ജീജ ടീച്ചറിൻ്റെ അടുത്തും സീമ ടീച്ചറിൻ്റെ അടുത്തും ദീപ ടീച്ചറിൻ്റെ അടുത്തും സുനിൽ സാറിൻ്റെ അടുത്തും നടരായൻ മാഷിൻ്റെ അടുത്തും ചോദിച്ചു. വൈകുന്നേരങ്ങളിൽ അവൻ ഇരുന്ന് പഠിച്ചു. പിന്നെ ലീഡർഷിപ്പിൽ നല്ല ഗംഭീരമായി കൊണ്ടുപോയി. നമ്മുടെ സ്കൂളിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. അപ്പുറത്തവൻ ജനാല അടിച്ച് പൊട്ടിച്ചവനും പ്രിൻസിപ്പലിനെ അടിക്കാൻ, HM അടിക്കാൻ കയറിയവനുമാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നവൻ നോക്കിയോളൂ, +2 കഴിഞ്ഞത് ഫുൾ A+ കൂടിയാണ്. അവനെ അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, ഒന്നുമില്ല. ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. നമ്മളിൽ എത്ര പേര് നോക്കിയോളൂ, SSLC പരീക്ഷ എടുക്കുമ്പോൾ, +2 പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ മറന്നിട്ട് സ്വന്തം കുട്ടിക്ക് കൂട്ടിരിക്കാൻ പോകുന്ന അധ്യാപകരുള്ള നാടാണ് നമ്മുടേത്. നമ്മുടെ കൊച്ചുങ്ങളെ നോക്കല്ല, അയ്യോ എനിക്ക് ഒരു മാസം ലീവ് വേണം, എൻ്റെ കുട്ടി SLC പരീക്ഷ എഴുതുകയാണ്. നിങ്ങളാരെങ്കിലും മുമ്പ് ഇരുന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ 12 പശുക്കളുണ്ട്, അതിൻ്റെ ചാണകം മാരി നിനക്ക് നടക്കാം, വേണമെങ്കിൽ നീ പഠിച്ച് എഴുതി ജയിക്ക്. എൻ്റെ കുട്ടി 2 വർഷം മുമ്പ് SLC പാസ്സായപ്പോഴും ഇപ്പോൾ +2 കഴിഞ്ഞപ്പോഴും ഞാൻ പോയി അവളെ അടുത്തിരുന്ന് പഠിപ്പിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, മക്കൾക്ക് വേണമെങ്കിൽ മക്കൾ പഠിക്കുക, മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അച്ഛനും അമ്മയും ഒരുക്കി തന്നിട്ടുണ്ട്, അത് ചെയ്യുക. ഇത് അങ്ങനെയല്ല. നോക്കിയോളൂ, എന്തെല്ലാം ഉത്തരവാദിത്വങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തത്. നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കുട്ടിക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടോ? നമ്മളൊരു വിശ്വാസത്തിലെടുത്ത് അതിനൊരു ഉത്തരവാദിത്വം നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഉത്തരവാദിത്വം കൊടുക്കുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നോക്കിയോളൂ, 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനല്ല, 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനല്ല പഠിപ്പിക്കേണ്ടത്, മറിച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചെണീറ്റ് നിന്ന് ചോദിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതിനാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ പിള്ളേർക്കറിയാമോ, എവിടെ കൂവാതിരിക്കണോ അവിടെ അവർ കൂവും. എവിടെ കൂവണം എന്നുള്ളിടത്ത് അവർ മിണ്ടാതിരിക്കും. അതിൻ്റെ പേരും ഇൻഡിസിപ്ലിനാണ് മാഷേ, അതിൻ്റെ പേരും ഇൻഡിസിപ്ലിൻ എന്നാണ്. കൂവേണ്ടിടത്ത് കൂവുന്നത് ഡിസിപ്ലിനാണ്. അത് അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചുകൊണ്ടാകണം, സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാകണം. അങ്ങനെയാണ് അച്ചടക്കം ഉണ്ടാകേണ്ടുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, വിളഞ്ഞ വിത്തായിരുന്നു, എന്നെ ആരും പരിഗണിച്ചിരുന്നില്ല. അതേസമയം ഞാൻ ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ, അതായത് പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോഴത്തേക്ക് എന്നെ അധ്യാപകർ പരിഗണിച്ചു. എൻ്റെ ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്വഭാവം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവം, വലിഞ്ഞു കയറി അവിടെ ഇവിടെയൊക്കെ വീണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പറങ്കി മാവിൽ വലിഞ്ഞ് കയറി പറങ്കി മാവിൻ്റെ മണ്ടക്കിരുന്നിട്ട് കുതിര ഇങ്ങനെ കളിക്കണം, ഓഞ്ഞ് കളിക്കണം, വലിച്ച് പിടിവിട്ട് പട്ടക്കന താഴെ വീഴുന്നു.
താഴെ വീണിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ ചാടി വീണ്ടും അതിൻ്റെ മേലെ കയറി. അപ്പോൾ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒറ്റ ഒരുത്തിനെയും കാണാനില്ല, ഒരു മനുഷ്യരെ കാണാനില്ല. അപ്പോൾ എൻ്റെ മുതു നന്നായിട്ട് നനഞ്ഞിരിപ്പുണ്ട്. ഞാൻ വിയർത്തു എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരു വൻ ജനാവലി നിൽക്കുകയാണ്, പിള്ളേരും അധ്യാപകരും. കാരണം എൻ്റെ തല പൊത്ത് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ആശുപത്രി കൊണ്ടുപോയി. അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഇതിൻ്റെ മണ്ടയ്ക്ക് വേണമെന്ന് വെച്ചാൽ പുള്ളി അവിടെ എടുത്തിട്ട് ചവിട്ടും. നോക്കിയോളൂ, അങ്ങനെ വികൃതിത്തരം കാണിച്ചു, കുസൃതിത്തരം കാണിച്ചു വന്ന ഞാൻ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അധ്യാപകർ വിളിച്ച് പറഞ്ഞു, എന്നാ നീ ഒരു നാടകം ചെയ്, ഈ നാടൻ പാട്ടൊന്ന് നേരെ പഠിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ എന്നെ മാത്രമല്ല ആ ക്ലാസ്സിലുണ്ടായിരുന്ന 40 പേരും, ഞങ്ങൾ 40 പേരും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മനോഹരമായി പഠിച്ചു. ഞങ്ങൾ 40 പേരും ജയിച്ചു പോയി, ജീവിതത്തിൻ്റെ വഴികളിൽ എത്തിച്ചേരുകയും ചെയ്തു. നോക്കിയോളൂ, 210 മാർക്ക് വാങ്ങിച്ച് പാഴെന്ന് പറഞ്ഞ് അങ്ങ് കളഞ്ഞിട്ടിരിക്കുന്ന ആളല്ലേ ഇന്ന് ഈ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ആ ഡിസിപ്ലിൻ ഉണ്ടായത്? എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചു തന്നതാണത്. അവർ പഠിപ്പിച്ചത് എങ്ങനെയാണ്? മിണ്ടായിരുന്നോളം, ഇല്ലെങ്കിൽ നിന്നെ അടിച്ച് ശരിയാക്കിക്കളയെന്ന് പറഞ്ഞല്ല പഠിപ്പിച്ചത്. വികൃതിത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു ഉത്തരവാദിത്വം കൊടുക്കുക. അതാണ്ട് മുരുക സാർ ഇരിക്കുന്നു. നമ്മുടെ സ്കൂളിൽ ഹമീദ് മാഷ് HM ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള പയ്യനുണ്ട്. അവൻ ഭയങ്കരമായി ബഹളം വയ്ക്കുന്ന സമയത്ത് ഹമീദ് മാഷ് അവനെ ഇഞ്ഞ് വിളിക്കും, മോനെ വാടാ എന്ന് പറയാം. ഹൈപ്പർ ആക്റ്റീവാണ്. ആ ചെടിച്ചട്ടി ഇറ, ഈ ചെടിച്ചട്ടി ഇറ, എന്ന് പറഞ്ഞിട്ട് യവനെ 2 മണിക്കൂർ ഇവിടെ ചെടിച്ചട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി ഏൽപ്പിച്ച് അവിടെ നിർത്തി. ഞാൻ അവസാനം യവൻ തോളർന്ന് കുളിച്ച് എല്ലാം ഓക്കെ ആയി മാഷേ. അവൻ ഓച്ചറ കളിക്ക് കഴിഞ്ഞിട്ട് പോകുന്ന കണക്കാണ് അവൻ എന്ത് ചെയ്തത്, പോകുന്ന അടിയും കൊണ്ടുകൊണ്ട് ഓച്ചറ കളിക്ക് കഴിഞ്ഞിട്ട് പോകുന്ന കണക്ക് അവൻ പോകും. അച്ചടക്കം ഉണ്ടായില്ലേ, ശല്യം ഉണ്ടായില്ല. അതാ പറഞ്ഞത്. അത് നന്നായിട്ട് വീട്ടുകാർക്കും തിരിച്ചറിയാൻ പറ്റണം, അധ്യാപകർക്കും തിരിച്ചറിയാൻ പറ്റണം. നമ്മളങ്ങനെയല്ല. വീട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കരിയറിസം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ടീമുകളാണ്. കുട്ടി ഭാഷ പഠിക്കണ്ട, കുട്ടി നാട്ടുകാരെ അറിയണ്ട, അവൻ ഇരുന്ന് പഠിച്ചോളണം. യവൻ നോക്കിയോളൂ, ഒരു പ്രാവശ്യം SLC പരീക്ഷയും +2 പരീക്ഷയും വരുമ്പോഴത്തേക്ക് കൗൺസിലിങ്ങിന് വിളിക്കുന്നത് ലക്ഷക്കണക്കിന് കോളുകളാണ് വിളിക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ കുട്ടികൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടോ? ഇത്രയും ടെൻഷൻ ഈ കുട്ടികൾക്കുണ്ടോ നമ്മൾ ആലോചിക്കണം. ഉണ്ട്, കുട്ടിക്ക് ടെൻഷൻ ഉണ്ട്. ആരാ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ അധ്യാപകരും വീട്ടിലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണിത്. ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകരുതോ, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിയിൽ ചൂടരുതോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകരുതോ, താനാദിനത്താനാനാദിനത്താനാനാനോ, 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 താനാദിനത്താനാനാദിനത്താനാനാനോ. കൊടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, പടിയടച്ചാലേ നമ്മൾ വട നയിക്കൂലേ, കുടിയൊഴിച്ചാലേ നമ്മൾ കൊടിയെടുക്കൂലേ, പടിയടച്ചാലേ നമ്മൾ വട നയിക്കൂലേ, കുടിയൊഴിച്ചാലേ നമ്മൾ കൊടിയെടുക്കൂലേ. താനാദിനത്താനാനാദിനത്താനാനാനോ, താനാദിനത്താനാനാദിനത്താനാനാനോ, വടരാരിക്കം ഡാരാരോ രേരിക്കം ഡേരേരോ, ആഹാ രാരിക്കം ഡാരാരോ ഏരോ. കത്തും ബന്ധം കണക്കേ പടിഞ്ഞാറ് കത്തിയരിഞ്ഞമർന്നേ, കണ്ണിലിരുട്ടും കുത്തി നമുക്ക് പാടത്തിച്ചെല്ലാന്നേ, കത്തും ബന്ധം കണക്കേ പടിഞ്ഞാറ് കത്തിയരിഞ്ഞമർന്നേ, കണ്ണിലിരുട്ടും കുത്തി നമുക്ക് മാടത്തിച്ചെല്ലാന്നേ, പാതിരക്കൊഴുകുവും നേരത്ത് മാടത്തു നിന്നിറങ്ങി, പാതിരക്കൊഴുകുവും നേരത്ത് മാടത്തിച്ചെല്ലാന്നേ, പാതിരക്കൊഴുകുവും നേരത്ത് മാടത്തു നിന്നിറങ്ങി, പാതിരക്കൊഴുകുവും നേരത്ത് മാടത്തിച്ചെല്ലാന്നേ, താനാദിനത്താനാനാദിനത്താനാനാനോ, താനാദിനത്താനാനാദിനത്താനാനാനോ, പാട് താനാദിനത്താനാനാദിനത്താനാനാനോ, താനാദിനത്താനാനാദിനത്താനാനാനോ, രാരിക്കം ഡാരാരോ രേരിക്കം ഡേരേരോ, രാരിക്കം ഡാരാരോ രേരിക്കം ഡേരേരോ, രാരിക്കം ഡാരാരോ രേരിക്കം ഡേരേരോ.
രാരിക്കം രാരോ രേരിക്കം രേരേരോ. ഇത് അധ്വാനത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായി? കത്തും ബന്ധങ്ങളൊക്കെ പടിയും കേൾക്കാതെ പാടത്തു അല്ലെ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ കുറിച്ചുള്ളതാണ്. അപ്പൊ അധ്വാനത്തിന് മഹത്വമുണ്ട്. ആ മഹത്വത്തെ പ്രഘോഷിക്കുന്നതായിരിക്കണം, അതിൻ്റെ പ്രത്യേകതകളെ എടുത്തു കാണിക്കുന്നതായിരിക്കണം നമ്മുടെ സംവാദത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരേണ്ടത്. അടുത്തത് നോക്കാം മാഷെ, നിർത്താറായാണ്. നോക്കിയോളൂ, അതിൽ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ പാത്രങ്ങളും എല്ലാം കൂടെ എടുത്ത് വാലിച്ചെറിഞ്ഞ് വീട്ടിൽ ശല്യം ഉണ്ടാക്കുന്നതാണ്. അത് നളയരുതം ഓട്ടംതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ആയത് കേട്ട് കലമ്പിച്ചെന്നുടൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നുടെ തലയിലൊഴിച്ചു, കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരൽ വലിച്ചു കിണറ്റിമറിച്ചു, ചിരവെടുത്ത് തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. നാട്ടിൻപുറത്ത് കാണുന്നത് നോക്കിയോളൂ, അരയന്നം ആരെ സെറ്റാക്കാൻ പോവുകയാണ്? നളന് വേണ്ടിയിട്ട് ദമയന്തിയെ സെറ്റാക്കാൻ പോവുകയാണ്. ഒരു കുടുംബം ഉണ്ടാക്കാൻ പോകുന്നിടത്താണ് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ കുടുംബകലം നടക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ ആള് മോശക്കാരനല്ല കേട്ടോ, ഭയങ്കര സാധനമാണ്. മനസ്സിലായി? ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. നളനെ പിന്നെ പെണ്ണാലോചിക്കാൻ വേണ്ടി ദമയന്തിയുടെ അടുത്ത് പോവുകയാണ്. അവരെ കുടുംബം സെറ്റാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ പിന്നെ ബഹളം കേട്ട് അവിടെ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ആട്ടീരെ ബഹളം. പുള്ളി വിശന്ന് വലഞ്ഞ് വന്ന് ഈ സാധനം എല്ലാം കൂടെ എടുത്ത് അതേ കാര്യമല്ലേ ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനോടൊപ്പം ഈ കവിതയും അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം. പരമാവധി കവിതകൾ അവരെ ചൊല്ലി പഠിപ്പിക്കുകയും കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയും ചെയ്യണം, പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഉണ്ണാനും ഉടുക്കാനും എന്ന് പറയുന്ന ഈ യൂണിറ്റ്, അടുത്ത യൂണിറ്റിൽ ഉണ്ണുക ഉടുക്കുക എന്ന് പറയുന്ന യൂണിറ്റാണ്. മനസ്സിലായില്ലേ? ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തോരുണ്ടു നാട്ടിൽ എന്നാണ്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തോരുണ്ടു നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത ആൾക്കാരുണ്ട്. കുട്ടികൾ അറിയണം, നമ്മൾ നടന്നു പോകുന്ന വഴികൾ. ഇന്നിപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ ഒരു പിന്നെ പ്രശസ്തമായൊരു വാചകമുണ്ട്. പണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവരിലേക്ക് നമ്മൾ പരിണമിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? വളരെ പ്രശസ്തമായൊരു ചൊല്ല് തന്നെയുണ്ട്. പണ്ട് വീറ്റി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പണ്ട് വീറ്റി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇന്ന് TV അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക്. മനസ്സിലായില്ലേ? ഓരോ വീട്ടിൻ്റെ ഓരോ റൂമിനകത്തും ഇന്ന് എന്തുണ്ട്? TV ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും പാത്തിരുന്ന് ഈ സീരിയലുകൾ കാണുന്ന ആൾക്കാർ തന്നെയാണ്. മനസ്സിലായില്ലേ? എന്ത് രസകരമായ സീരിയലുകളാണ്. നമ്മുടെ ജീവിതവുമായി യാതൊരു ബുലബന്ധവും ഇല്ലാത്ത സാധനങ്ങളാണ്. ഇല്ല, ഉറങ്ങിക്കിടക്കുന്ന വേലക്കാരി ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് എണീറ്റ് നിന്ന് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്ന എന്താണ്, നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാധനമാണ് അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രേംകുമാർ സഹിയിട്ട് പറഞ്ഞത് സീരിയലുകൾ നിരോധിക്കണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാർ. അത് വേറൊരു. അപ്പോൾ ഈ നമ്മൾ നടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന യൂണിറ്റാണ് അത്. പോട്ട് മാഷ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അതൊക്കെ അറിയാം. നോക്കിയാൽ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും പാർപ്പിടത്തെക്കുറിച്ചും പള്ളിക്കൂടത്തെക്കുറിച്ചും, മനസ്സിലായി? ഈ 4 കാര്യങ്ങൾ ആ യൂണിറ്റിനകത്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഭക്ഷണത്തെക്കുറിച്ച്, മറ്റൊന്ന് വസ്ത്രത്തെക്കുറിച്ച്, ഇനിയൊന്ന് പാർപ്പിടത്തെക്കുറിച്ച്. നമ്മുടെ ബേസിക് നീഡ്സ് ആണ് ഇതെല്ലാം, അല്ലേ? വായുവും ജലവും കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? ആദ്യം ആഹാരം വേണമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വസ്ത്രം, പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്? പാർപ്പിടം. ഈ സംഗതിയാണ് വരുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് നോക്കാം. സന്തുഷ്ടൻ്റെ കുപ്പായം എന്ന് പറയുന്ന ഒരു കഥ അതിനകത്തുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. കുടവയറൻ പപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ വളരെ മനോഹരമായ ഒരു പിന്നെ കവിത അതിനകത്തുണ്ട്. എൻ കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് ആ ചെറ്റുദൂരത്തെ ചെരുവിയിൽ ഒരു ജലം പറ്റിയ തോടാണ് അതിൻ്റെ വക്കിൽ ഒട്ടുകിഴക്കായ ഒരു ഇല്ലിക്കൂട്ടം തെന്നൽ തട്ടി വടക്കോട്ടു ചാഞ്ഞു നിൽപ്പു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗമാണ് ചാത്തൻ പുലയൻ്റെ ചാള അല്ലെങ്കിൽ കുടിലിനെ അവതരിപ്പിക്കുന്ന രംഗമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടുപകരണങ്ങൾ, നല്ല രസകരമായ നാട്ടുപകരണങ്ങളാണ്. ഇന്നത്തെ പിള്ളേർ അതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ SMVയിൽ പിന്നെ അണ്ണനുണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പഴയ ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം 2 ദിവസമായിട്ട് നടത്തി. പബ്ലിക്, അതായത് പൊതുജനങ്ങൾ വരെ വന്നത് കണ്ടിട്ട് പോയി. അത്ര രസകരമായിരുന്നു. പിള്ളേർ ഈ പറയുന്ന പഴയ എല്ലാ ഉപകരണങ്ങളും, ഏകദേശം എല്ലാ ഉപകരണങ്ങളും, പഴയ പിന്നെ ക്യാമറ ഉൾപ്പെടെ ചിത്രാഞ്ജലിയിലൊക്കെ പോയി പഴയ ക്യാമറ ഉണ്ടല്ലോ, മൂവി ക്യാമറയൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് അവന്മാർ അങ്ങനെ രസകരമായിട്ട് ആ കുട്ടികൾ അത് ചെയ്തു. മറ്റൊന്ന് പള്ളിക്കൂടത്തിൻ്റെ അവസ്ഥയെ അറിയിക്കുന്ന മിനിക്കുട്ടിയുടെ ഡയറി എന്ന് പറയുന്ന ഒരു പിന്നെ പാഠഭാഗം കൂടി. ഇങ്ങനെ ഇത്രയും പാഠഭാഗങ്ങളാണ്
അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്തുഷ്ടൻ്റെ കുപ്പായം നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് കവിതയിൽ നിന്ന് ആശയം സ്വീകരിച്ച് രചിച്ച ഒരു കഥയാണ് ഈ സന്തുഷ്ടൻ്റെ കുപ്പായം എന്ന് പറയുന്നത്. നോക്കിയോളൂ, സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും അസംതൃപ്തനായ രാജാവിനെ കുറിച്ചാണുള്ള ആ കഥ. എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓണം പോലെ കഴിയുക എന്നുള്ളത്. അതല്ല, ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമുക്ക് മനുഷ്യന് അത്യാഗ്രഹവും കാര്യങ്ങളും കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവൻ്റെ മനസമാധാനം പോയി കിട്ടി. നോക്കിയോളൂ, ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മനസമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തീർന്നു. വേറെ അല്ലേ? നോക്കിയോളൂ, ഇപ്പം നമ്മൾ രാത്രി ഇതുപോലെ പാട്ട് പാടാനും കൊട്ടുകാനും പോവുകയാണ്. നമ്മുടെ പെണ്ണുമ്പിള്ള പറയുകയാണ്, നിങ്ങളെങ്ങോട്ട് പോകുന്നു, ഞാനും വരുന്നു. തീർന്നു അതോടുകൂടി. അവളും പെട്ടിയും പ്രമാണവും എടുത്ത് വരികയാണ്, ഞാനും വരുന്നു. നിങ്ങൾ എവിടെ കൂടെ കൊട്ടാൻ പാടാൻ പോകണം, ആരെ കൂടെ കൊട്ടാൻ പാടാൻ പോകണം എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ 2012 അണ്ണനറിയാം, 2012 പിന്നെ NSSൻ്റെ RD പരേഡ് ക്യാമ്പ് നടക്കുന്ന സമയത്ത് പിന്നെ അതിനിവിടെ കണ്ടിജൻ ലീഡറായിട്ട് 12 കുട്ടികൾ, കേരളത്തിലെ 12 കുട്ടികളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ പിന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതായത് ആ ജനുവരി 2012 ജനുവരി 3rd വീക്കിലാണ് വേണി പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളുടെ പ്രസവം നടക്കുന്ന ആ സമയത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്കയായിപ്പോയി. നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഭർത്താവ് അടുത്തുള്ളതാണല്ലോ ആ സമയത്ത്, ഈ പറഞ്ഞ കണക്ക് അല്ലേ, അങ്ങനെയല്ലേ, നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, അങ്ങനെയാണ്. അവരൊക്കെ ഒരു സന്തോഷമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കുക. നമ്മുടെ കുഞ്ഞാണ്, നമ്മൾ തന്നെ ആദ്യം വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂത്ത കുഞ്ഞ് അണ്ണനും അജിത് സാറും എല്ലാവരും കൂടെ വന്ന് നമ്മളെല്ലാവരും കൂടെയാണ് ഏറ്റുവാങ്ങിച്ചത്. മനസ്സിലായില്ലേ? ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും വന്ന് ആ ഗൗരീശവട്ടം ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ നിരന്ന് നമ്മളെല്ലാം, അണ്ണനുണ്ടായിരുന്നു, അജിത് മാഷ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഇരുന്നു, സജീവ് സാറുണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഇരുന്നാണ് അന്ന് 2006 ആ കുഞ്ഞ് ജനിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ കാത്തിരുന്നത്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കാണ് നമ്മളെ കൂട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾ അവിടെ കലവിലിയും പേര്. കാരണം അധ്യാപകരും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉണ്ട്, സ്നേഹം കാര്യം ഇതിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് രണ്ടാമത്തെ കുഞ്ഞിന് അപ്പോഴാണ് നമുക്ക് ഭയങ്കര ആഹ്ലാദവും കാര്യങ്ങളുമാണ്. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ പോകണം. ഇത് ഭയങ്കര ചാൻസാണ്, ഗോൾഡൻ ചാൻസാണ്. പ്രധാനമന്ത്രിയൊക്കെ കാണാൻ പറ്റും. അവരോടൊക്കെ ഉള്ള ഫോട്ടോയൊക്കെ എല്ലാം എടുത്ത് ഞാൻ വീട്ടിൻ്റെ ചുവരിൽ തൂക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ തരുന്ന പ്രസിഡൻറ്റിനെ കാണാൻ ഭയങ്കര രസകരമായ ഒരു കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ പോകണില്ല, വേണി നീ ഇന്നെ ആക്കിയിട്ട് പോകാം. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് ഭയങ്കര സന്തോഷത്തോട് പറഞ്ഞു, ഗോവൻ ചേട്ടാ, ഈ കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ ആവശ്യമുള്ളൂ, മനസ്സിലായില്ലേ? പ്രസവിപ്പിക്കാൻ അവിടെ ഒരുപാട് പേരുണ്ട്, ഇയാൾ ധൈര്യമായിട്ട് പോ, മനസ്സിലായില്ലേ? അവിടെ ചെന്ന് അടിച്ച് പൊളിച്ചിട്ട് വന്ന് പറഞ്ഞു. ഞാൻ പോയി ഡൽഹി തകർത്ത് വാരി വെച്ചു, ഡൽഹി അടിച്ച് പൊളിച്ച് വാരി വെച്ചു. അവരിവിടെ നിന്ന് വിളിച്ച് ഡയറക്ടറെ, അന്ന് കേശവേന്ദ്രകുമാറായിരുന്നു ഡയറക്ടറെ, വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് അയച്ച പാർട്ടി കൊള്ളാൻ കേട്ടോ എന്ന് അവർ ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ഇനി അവനെ മേലെ ഇങ്ങോട്ട് അയക്കരുത്, അവനോട് മൊത്തം പൊളിച്ചടുക്കിയിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹി പൊളിച്ചടുക്കി കൊടുത്തു. ഇന്ന് അവിടെ ഉള്ള ആൾക്കാർ, എത്രയോ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളും അവിടുത്തെ വന്ന അധ്യാപകരും ഇപ്പോഴും എന്നെ വിളിക്കുകയും കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് മാഷെ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്നേഹം ആയിട്ട് നമ്മുടെ മനസ്സ് നന്നാവട്ടെ ഗീതമൊക്കെ ഞാൻ അവിടെ പോയി പാടി. അപ്പോൾ അവർ എന്നെ കൊണ്ട് രാത്രിയൊക്കെ വിളിക്കും, ആ മനസ്സ് നന്നാവട്ടെ ഒന്ന് പാടിത്തരുമോ എന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പം ഞാൻ മനസ്സ് നന്നാവട്ടെയൊക്കെ പാടി. അത്ര സ്നേഹബന്ധം ഉണ്ടായി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാണ്, അല്ല എൻ്റെ പ്രസവമാണ് ഇത്, എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായതല്ല, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതുമല്ല, നിങ്ങളും കാരണക്കാരനാണ്, ഇവിടെ നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡൽഹി യാത്ര ഇല്ല പാട്ട് പോലെ വാഴക്കായി പുന്നകൈ ആയിപ്പോവും. അപ്പം അതുപോലെ എന്തിനാണ് നമ്മൾ, അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തീർന്നു കിട്ടിയ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് കിട്ടിയ. അപ്പം അതുപോലെ നോക്കിയോളൂ, നമ്മൾ പോകുന്നിടങ്ങളിൽ നമ്മളെ സമാധാനിപ്പിക്കാനും നമ്മളെ കൂടെ നിർത്താനും അതാണ് ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ രസകരമായിട്ട് എങ്ങനെ മാന്യമായി പോകാമെന്നുള്ളതാണ്. രാജാവിന് അത് പോരാ. രാജാവിന് ആകെ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുകയാണ്, ഉറക്കമില്ല പുള്ളിക്ക്. പുള്ളിയുടെ ഉറക്കത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എന്താണ്, ഒരു ഏറ്റവും സന്തുഷ്ടനായ ഒരാളുടെ കുപ്പായം ഇട്ട് കിടന്നു കഴിഞ്ഞാൽ അണ്ണന് ഓക്കെ ആയിട്ട് ഉറക്കം കിട്ടുമെന്ന് പറയും. അങ്ങനെ ഓരോരുത്തർ അന്വേഷിച്ച് പോകുന്ന രംഗമാണ്. അവസാനം ഒരു പിച്ചക്കാരനെ കണ്ടുമുട്ടുന്നു. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുഷ്പക വിമാനം സിനിമയൊക്കെ ഇതിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. കമലഹാസൻ്റെ നിശബ്ദ ചിത്രമാണ്, ഭയങ്കര രസകരമാണ്. അവസാനം ആ അവിടെ ആ സ്റ്റേഷൻ്റെ അടുത്ത്, ആ ഹോട്ടലിൻ്റെ അടുത്ത് ഇരിക്കുന്ന പുഷ്പക ഹോട്ടലിൻ്റെ അടുത്തിരിക്കുന്ന ഒരു യാചകൻ മരിച്ചു പോവുകയും അയാളുടെ അതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ചാക്ക് തുണി കാറ്റടിച്ച് മാറുകയും അതിൽ നിന്ന് പണം ഇങ്ങനെ ഊർന്നു പോവുകയും ചെയ്യുന്നിടത്താണ് കമലഹാസന് തിരിച്ചറിവുണ്ടായത്, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യമൊന്നും. അങ്ങനെയാണ് പുള്ളി ആ എടുത്ത പണങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ട് മറ്റേ ആളിനെ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പുള്ളിയുടെ പാട് നോക്കി പോകുന്ന ഒരു തിരിച്ചറിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ചില കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിവ് കൂടെ തരും. അത്തരം ഒരു തിരിച്ചറിവ്. പക്ഷേ രാജാവിന് തിരിച്ചറിവ് ഉണ്ടായോ എന്നുള്ള കാര്യം കഥയിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അതാര് പൂരിപ്പിക്കണം? നമ്മൾ പൂരിപ്പിക്കണം. അപ്പം ആ തരത്തിൽ നമുക്ക് കൊണ്ടുപോകാം. പോട്ട് മാഷേ,
വിവിധ തരത്തിലുള്ള കേരളീയ വസ്ത്രങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുഗുണമായ വസ്ത്രധാരണം അതിൻ്റെ ആവശ്യം കുട്ടികളോട് ചോദിക്കാം. നോക്കിയോളൂ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വന്നിരിക്കുന്നവരാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഒരു വസ്ത്രവും ധരിക്കാനില്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യവും കുട്ടികളെ ബോധ്യപ്പെടുത്തുക. സമ്പൽ സമൃദ്ധിയിലല്ല നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്, അതില്ലാത്തിടത്തും എന്തുണ്ട്, സമാധാനം ഉണ്ട്. നോക്കിയോളൂ മക്കളെ, നിങ്ങൾക്കെല്ലാം കൂടിപ്പോയി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ CID മൂസയും കൊച്ചി രാജാവും മമ്മൂട്ടി നായകനായ തുറുപ്പുകുലാനൊക്കെ സംവിധാനം ചെയ്ത ഇപ്പം നടനായിട്ട് നിൽക്കുന്ന ജോണി ആൻ്റണിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ അത് ഫേസ്ബുക്കിൽ എന്നെ വേണിയാണ് എനിക്ക് കാണിച്ചതെന്ന് പറഞ്ഞു, ഗോഞ്ചേട്ട ഇതൊന്ന് കണ്ടു നോക്കണമെന്ന്. പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ജോണി ആൻ്റണിയുടെ ഇൻ്റർവ്യൂ ഒന്ന് FB-ലോ മറ്റോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് കേട്ടാൽ കുട്ടികളെ കേൾപ്പിക്കാൻ നല്ലതായിരിക്കും. ഭയങ്കര രസകരമായ കാര്യമാണ് പുള്ളി അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് മൂല്യങ്ങൾ, അതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, അതെങ്ങനെയാണ് കുട്ടി നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്, അങ്ങനെ വളരുന്ന കുട്ടിയുടെ മേന്മ എന്താണ്. ഇന്ന് കുട്ടികൾക്ക് എന്തും നോക്കിയോളൂ, യൂസ് ആൻഡ് ത്രോ ആണ്. ഉപയോഗിക്കുക, വലിച്ചെറിയുക, പിന്നീട് അതിനോടൊരു മമതയില്ല. അച്ഛനമ്മമാരോട് അങ്ങനെയാണ്, ഒരു വിധത്തിലുള്ള മമതയും ഇല്ല. എന്തുകൊണ്ട്? നമ്മളെ കാരണക്കാർ. ആ കാര്യങ്ങൾ ജോണി ആൻ്റണി അതിനകത്ത് പറയുന്നത്, അതും നമുക്ക് ഈ പാഠഭാഗം ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാഷെ പൊയ്ക്കോട്ടെ മാഷെ. സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കവിതയാണ് കുടവയറൻ പപ്പൻ. മനസ്സിലായില്ലേ? വളരെ രസകരമായ കവിതയാണ്. കവിതയൊക്കെ നിങ്ങൾ താളാത്മകമായി കുട്ടിക്ക് എന്ത് ചെയ്യണം, വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആരെയൊക്കെ ഉണ്ടെങ്കിലും പാടിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് കേൾപ്പിച്ചു കൊടുത്താലും മതി. വളരെ രസകരമായിട്ട് അത് കേൾക്കും. നമ്മൾ പാടിക്കൊടുക്കുന്നതും കേൾക്കുന്നതും അവരെ അതിനകത്ത് പങ്കാളികളാക്കുകയും ചെയ്യുമ്പോൾ അവരത് പിടി. അടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. അടി എന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ. അടി അതല്ല, അടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം. അത് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് അടുക്കള. അതുണ്ടാക്കാനുള്ള സ്ഥലമാണ് അടുക്കള. ഈ പാട്ടുമായി ബന്ധപ്പെട്ട് പപ്പൻ്റെ വീട്ടിൽ നടന്നിരിക്കാനുള്ള സംഭവങ്ങൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയിപ്പിക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് മോനെ നടന്നു, ഓരോ വരിയായിട്ട് എടുത്തിട്ട് അതിനെ കൊണ്ട് വായിപ്പിച്ച് തയ്യാറാക്കി. ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാം. മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കി കൊടുക്കാം. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് പറയാം. കൽക്കത്തയിൽ ഇതുപോലെ ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് സിലിഗുരി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന വിദ്യാവതി അഗർവാളും കൂടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഞാനുണ്ടായ അനുഭവമാണ് പറയുന്നത്. ചായ കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്കണം ഗ്ലാസ് പറവറ കഴുകി വയ്ക്കുന്നു. എവിടെ കഴുകുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പുറത്തെ ഓടയിലാണ് കഴുകി എടുത്ത് വയ്ക്കുന്നത്. അതിലാണ് ചായ ഒഴിച്ച് കുടിക്കുന്നത്. അവിടെ ഉള്ളവർ വാങ്ങിച്ച് കൂളായിട്ട് കുടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതെനിക്കുണ്ടായ അനുഭവമാണ്. മനസ്സിലായില്ലേ? അതുപോലെ പിള്ളേരെ കൊണ്ട് മൈസൂർ ടൂറ് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു തിയേറ്ററിനടുത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്, തിയേറ്ററിനടുത്ത് ഒരു ഭക്ഷണശാലയിൽ വണ്ടി നിർത്തി. അന്ന് ഇന്ന പോലെ പാക്കേജ് ടൂറിസം ഒന്നും അല്ലല്ലോ, പാക്കേജ് ടൂറല്ല, നമ്മൾ തന്നെ കൊണ്ടുപോയി വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കുകയാണ്. അവിടെ നിർത്തിയപ്പോഴത്തേക്കാണ് അവർ ഭക്ഷണം വിളമ്പുന്ന ആ പാത്രത്തിൽ തട്ടിൽ മുഴുവൻ അഴുക്കാണ്. നമുക്ക് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ വടിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും. കുട്ടികളാരും കഴിക്കുന്നില്ല. ഞാൻ അത് ഇട്ട് വേഷം തിന്നിട്ട് എണീച്ച് പോയി, കാരണം എനിക്ക് വിശപ്പുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഗോവയിൽ പിള്ളേരെയും കൊണ്ട് ടൂർ പോയി, ഇവന്മാർക്ക് അവസാനം തിന്നാൻ വിളിക്കുമ്പോൾ ഇവന്മാർ നമ്മളെ തള്ളക്കി വിളിക്കുന്നു. പിള്ളേർക്ക് തിന്നാൻ വയ്യ, ആ വിധത്തിലായി. അത് മുഴുവൻ ഞങ്ങൾ അധ്യാപകർക്ക് തിന്നു തീർക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ഇങ്ങനെ കുട്ടികൾക്കും അധ്യാപകർക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവയ്ക്കാം. ഭക്ഷണം കിട്ടാതിരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് പങ്കുവയ്ക്കാം. ആ അനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പറയാം. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്, വിക്ടോറിയ ഡെസീക്കയുടെ. അതിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന, അച്ഛനും മോനും കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന രംഗമുണ്ട്. ആ രംഗം, അതുപോലെ ദ ഗോൾഡ് റഷ്, ചാർലി ചാപ്ലിൻ്റെ ഗോൾഡ് റഷ് എന്ന് പറയുന്ന സിനിമയിൽ ചാപ്ലിൻ ഷൂസ് തിന്നുന്ന രംഗമുണ്ട്. ആ രംഗം കുട്ടികളുടെ അടുത്ത് കാണിച്ചു കൊടുക്കാം. വിശപ്പ് എത്ര വലിയ കാര്യമാണ് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താം. അതുകൊണ്ട് നോക്കിയോളൂ, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയാണ്, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗിയാണ്, സുഖിമാനാണ് അവൻ. 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാണ്. 4 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹിയാണ്, കാരണം അവൻ മറ്റുള്ളവനെ ഭക്ഷണം കൂടെ അടിക്കണം. 5-6 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് പേരിട്ടിട്ടില്ല, നാളെ ഗോപകുമാറെന്നോ മറ്റൊക്കെ പേരിടാം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പേരുകൾ വരാം. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക. നോക്കിയാൽ കേരളീയ വിഭവങ്ങൾ, സദ്യ. മനസ്സിലായില്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിലെ കേരളീയ ഭക്ഷണ വിഭവങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. കുഞ്ചൻ നമ്പ്യാർ, ഗണപതി പ്രാതലും മറ്റു കുഞ്ചൻ നമ്പ്യാരുടെ ഏത് കവിത എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എല്ലാം ഒരു ഭാഗത്ത് സദ്യവട്ടം നോക്കിയുള്ളൂ. രുക്മിണി സ്വയംവരത്തിൽ സദ്യയുടെ വിവരണമുണ്ട്.
രുക്മിണിയുടെ വിവാഹത്തിന് വന്നിരിക്കുന്ന ആൾക്കാർ സദ്യ കഴിക്കുന്ന രംഗമുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കുറേ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ സമയം അതിനെ അനുവദിക്കുന്നില്ല. കാരണം പിന്നെ നമ്മൾ അങ്ങനെ ഓടി പോകേണ്ടുന്നതല്ല ഈ യൂണിറ്റുകൾ ഓരോന്നും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ വളരെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമുക്ക് സ്വാംശീകരിക്കാനും സ്വരൂപിക്കാനും പറ്റുന്ന മാക്സിമം നമ്മൾ ഇതിനകത്തുനിന്ന് സ്വരൂപിച്ചെടുക്കണം. അങ്ങനെ സ്വരൂപിച്ചെടുത്ത് നിങ്ങളെ കൊണ്ട് കുറച്ച് പഴുക്കാകളി ഉൾപ്പെടെയുള്ള, കാരണം ഇതിൽ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആറപ്പേ ആറപ്പേ കുമ്മട്ടി വരുന്നുണ്ട്, ആറപ്പേ ആറപ്പേ കുമ്മട്ടി വരുന്നുണ്ട്, വടിയും കുത്തി നാവും നീട്ടി കുമ്മട്ടി വരുന്നുണ്ട്, വടിയും കുത്തി നാവും നീട്ടി കുമ്മട്ടി വരുന്നുണ്ടോ. കുമ്മാട്ടി രണ്ടു തരത്തിലുണ്ട്. തൃശ്ശൂരുകാരുടെ കുമ്മാട്ടി അനുഷ്ഠാനമല്ല, അത് വിനോദമാണ്. പാലക്കാട്ടുകാരുടെ കുമ്മാട്ടി അത് അനുഷ്ഠാനമാണ്, അത് വിനോദമല്ല. കുമ്മോം കുമ്മോം കുമ്മാട്ടിത്തല, കുമ്മോം കുമ്മോം കുമ്മാട്ടിത്തല, കുമ്മോം കുമ്മോം കുമ്മാട്ടിത്തല, കുമ്മോം കുമ്മോം കുമ്മാട്ടിത്തല. ആരുടെ ആരുടെ കുമ്മാട്ടി? ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി. ആരുടെ ആരുടെ കുമ്മാട്ടി? വെക്കുറിശമ്മയുടെ കുമ്മാട്ടി. ശ്രീമൂല ഗണപതിയെ കൈതൊഴുന്നേൻ കുമ്മാട്ടി, ശ്രീദേവി സരസ്വതിയെ കൈതൊഴുന്നേൻ കുമ്മാട്ടി. കുമ്മോം കുമ്മോം കുമ്മാട്ടിത്തല എന്ന് തുടങ്ങുന്ന കുമ്മാട്ടിപ്പാട്ടുകൾ. പിന്നെ നിങ്ങളെ കൊണ്ട് കളിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നവരാണ് പഴുക്കാകളി എന്ന് പറയുന്ന പഴുക്കാകളി. അത് പാടി നമുക്കിവിടെ കളിക്കായിരുന്നു. പെണ്ണുങ്ങൾ തിരുവാതിരയ്ക്കും ഓണത്തിനുമൊക്കെ കളിക്കുന്നതാണ്. കൈകൊട്ടിക്കളി ഉണ്ട്. ഒന്നാം മണിക്ക് നട്ടിൽ വള കളഞ്ഞേ പെണ്ണുമാലതിയെ, വളയും കളഞ്ഞും കൊണ്ടവിടെ നിന്നും പേശുന്നേ. അതൊക്കെ നമുക്കിവിടെ പാടി കളിക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള സമയവും സന്ദർഭവും ഇല്ല. ഒരു വലിയ പുസ്തകം, 6 യൂണിറ്റുകളോളമുള്ളൊരു പുസ്തകം 2.5 മണിക്കൂർ സമയത്തിനുള്ളിൽ ട്രാൻസാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി പോകാനേ സാധിക്കുകയുള്ളൂ. ബാക്കി വരുന്ന യൂണിറ്റുകൾ, എല്ലാ യൂണിറ്റുകളും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 19 സ്ലൈഡുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തു തരണമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ മറ്റൊരവസരത്തിൽ അത് ചെയ്യാനുള്ളൊരവസരം പ്രിയപ്പെട്ട നമ്മുടെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അവർ തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും വളരെ വലിയ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ കിട്ടിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ തനത് പ്രവർത്തനങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇതെത്തിക്കുക. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഭാഷയെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ അമ്പിളി ഭാഷ, മലയാള ഭാഷയ്ക്ക് അമ്പിളി ഭാഷ എന്നാണ് പറയുന്നത്, ആ അമ്പിളി ഭാഷയെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്കാകട്ടെ. ഒരവസരം തന്നതിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗോപകുമാർ പാർത്ഥസാരഥി സൈനിക. സാറിൻ്റെ ക്ലാസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് മനസ്സിലാവുന്നത്. അത്രക്ക് അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാം. നമ്മൾ കണ്ണൂർ ഭാഷയിൽ, പയ്യന്നൂർ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച ക്ലാസ് ആയിരുന്നു. കാരണം സമയം പോയത് അറിഞ്ഞിട്ടില്ല. 7 മണിയായി എന്നുള്ളത് ഇപ്പോൾ സാർ മാം വന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ 7 മണി ആവാനായി എന്നുള്ളത് തന്നെ മനസ്സിലാക്കിയത്. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് നമുക്ക് ക്ലാസ് എങ്ങനെ വേണം, ഒരു ക്ലാസ് എത്ര ആക്റ്റീവ് ആവണം എന്നുള്ളത് സാറിൻ്റെ ക്ലാസ്സിലേക്കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കുട്ടികളിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അടിപൊളിയായിട്ട് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. സാറിന് എല്ലാവിധ ആശംസകളും. നന്ദി ഒരുപാട്.